ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഒരു പരിചയമുള്ള വിഷയം പങ്കുവെക്കാം. ഇത് മാത്രമല്ല, കർത്താവ് അനുവദിച്ചാൽ അടുത്ത 12 ആഴ്ചകൾ കൂടെ വിഷയം തുടരുന്നതാണ്. 1 കൊരിന്ത്യർ 10-ാം അധ്യായം എല്ലാവർക്കും പരിചയമുള്ളൊരു അധ്യായമാണ്. ഇസ്രായേൽ മക്കളുടെ ചരിത്രത്തിൽ നിന്നും മരുപ്രയാണ യാത്രയിലെ അവരുടെ ചരിത്രത്തിൽ നിന്നും പൗലോസ് അപ്പോസ്തലൻ പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് കൊരിന്തിലെ വിശ്വാസികളെ മാത്രമല്ല അവിടെ ഇവിടെയും കർത്താവിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും കൂടെ എഴുതുന്നതായിരിക്കുന്ന ചില സത്യങ്ങളാണല്ലോ കൊരിന്ത്യ ലേഖനത്തിലുള്ളത്, അല്ലെ ലേഖനങ്ങളിലുള്ളത്. അപ്പൊ ഈ 10-ാമത്തെ അധ്യായം ഇസ്രായേലിന്റെ ചരിത്രത്തിൽ നിന്നും ചില പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് നൽകുന്ന ഒരു പ്രബോധനമാണ്. ഏത് കാലത്തെ വിശ്വാസികൾക്ക് ഏറ്റവും ആവശ്യമായിരിക്കുന്ന പ്രബോധനമാണ്. 1-ാം നൂറ്റാണ്ടിലെ വിശ്വാസികൾക്ക് അത് ആവശ്യമായിരുന്നെങ്കിൽ 21-ാം നൂറ്റാണ്ടിലെ വിശ്വാസികൾക്ക് അത് ഏറെ ആവശ്യമെന്ന് ഞാൻ പറയേണ്ടതില്ല. ഒരു വലിയ അധ്യായമാണ്. ഒത്തിരി വിഷയങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയൊരു അധ്യായം പൗലോസ് എങ്ങനെ എഴുതിയെന്ന് ഞാൻ ചിന്തിക്കാറുണ്ട്. കാരണം തുടങ്ങുന്നത് ഇസ്രായേലിന്റെ ചരിത്രം പറഞ്ഞുകൊണ്ടാണ്. ആ അധ്യായത്തിന് അവസാനം വരുമ്പം അല്ലെ, ആള് രക്ഷിക്കപ്പെടാൻ തക്കവണ്ണം നമ്മൾ ചിന്തിക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ്. പലരും രക്ഷിക്കപ്പെടേണ്ടതിന് വേണ്ടി നിങ്ങൾ ചിന്തിക്കണം, എല്ലാം ദൈവത്വത്തിന് വേണ്ടി ചെയ്യണം. ഇതിനിടയിൽ തിരുത്താഴത്തെ പറ്റിയുള്ള ഉപദേശങ്ങളൊക്കെ പറഞ്ഞു, സഭയെക്കുറിച്ചുള്ള ഉപദേശങ്ങളൊക്കെ പറഞ്ഞു. അങ്ങനെ ഒത്തിരി വിഷയങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് പറഞ്ഞിട്ടുള്ളൊരു അധ്യായം. ഞാൻ ഈ അധ്യായത്തിൽ നിന്ന് കാതലായിട്ട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു സത്യമാണ്. നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിപ്പാൻ നോക്കിക്കൊള്ളും. പൗലോസിന്റെ മനസ്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചിന്തകളിൽ ഒന്ന് അത് മാത്രമാണെന്ന് ഞാൻ പറയുന്ന ചിന്തകളിൽ ഒന്ന് ഇതാണ്. പഴയ നിയമത്തിൽ നിൽക്കുന്നതെന്ന് തോന്നിയ ഒത്തിരി വിശ്വാസികൾ അവർ വീണുപോയി. വീണുപോകാനുള്ള കാരണങ്ങളെക്കുറിച്ച് പൗലോസിന് വിശദീകരിക്കുന്നുണ്ട്. അങ്ങനെ വീഴാതിരിക്കാനായിട്ട് നാം ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞു. പരീക്ഷകളും പ്രലോഭനങ്ങളും ഒക്കെ വന്നതുകൊണ്ട് അവർ വീണുപോയത് പൗലോസ് പറഞ്ഞല്ല. കാരണം നിങ്ങൾക്ക് സഹിക്കാൻ വയ്യാത്തൊരു പരീക്ഷയും തരികയില്ല. പുതിയൊരു പരീക്ഷ ആർക്കും വന്നിട്ടുമില്ല. ഒരുപാട് ദൈവമക്കൾ അനുഭവിച്ചുള്ള പരീക്ഷകളെ നിങ്ങൾ അനുഭവിക്കുന്നുള്ളൂ എന്ന് മാത്രമല്ല, എപ്പോൾ പരീക്ഷ വന്നാലും അതോടുകൂടി നീക്കി പോകും തരുന്നുണ്ട്. അപ്പൊ പിന്നെ പരീക്ഷ കൊണ്ടാ വീട് പോയതെന്നും ആർക്കും പറയാനായിട്ട് സാധിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ പറഞ്ഞു. ഇടയ്ക്ക് പറഞ്ഞു ഗ്രഹാരാധന വിട്ടോടുമെന്ന് പറഞ്ഞു. വിട്ടോടേണ്ട കുറെ കാര്യങ്ങളുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ ഇതെല്ലാം പറയുന്നത് ഒരു വിശ്വാസി വീണു പോകാതിരിക്കാനായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ. വീണുപോയ വലിയൊരു സംഘം ആളുകളുടെ പശ്ചാത്തലത്തിലാണത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് പറയുന്നത്. അപ്പോ നമുക്ക് വീട് പോകാൻ സാധ്യതയുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടെന്നാണ് പൗലോസ് പറയുന്നത്. പക്ഷെ വീട് പോയാൽ നീതീകരണമൊന്നുമില്ല. ദൈവത്തെ ആർക്കും കുറ്റം പറയാനൊക്കില്ല. ഓരോരുത്തരും വീഴുന്ന അവന്റെ സ്വന്തം മോഹങ്ങളിൽ പരീക്ഷിക്കപ്പെട്ടൊക്കെ വീഴുന്നില്ല. ദൈവം എന്തെങ്കിലും ചെയ്തിട്ടല്ല. ഒരു മനുഷ്യനും വീട് പോകാതിരിക്കാൻ ആവശ്യമായ എല്ലാ കരുതലുകളും ദൈവം ചെയ്തിട്ടുണ്ട്. പരീക്ഷ തന്നാൽ പരീക്ഷയോടുകൂടെ നീക്കുപോക്കും തന്നിട്ടുണ്ട്. ഒരു മുറിയിലിട്ട് അടച്ചാൽ ഏതെങ്കിലും ഒരു വാതിലോ ജനലോ തുറന്നിട്ടേക്കും. ആ വാതിലോ ജനലോ തുറന്നിട്ടിരിക്കുന്ന ഏതാണെന്ന് കണ്ടിട്ട് അതിലൂടെ നമ്മൾ രക്ഷപ്പെടണം. ആണ് നീക്കുപോക്കെന്ന് പറഞ്ഞത്. പക്ഷെ നമ്മള് അങ്ങനൊന്നും നോക്കില്ല. എല്ലാ വാതിലും അടച്ചതാ, ഞാൻ ജാഗ്രതയുള്ളൂ എന്ന് പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യും? ചിലരെന്നാ ഞാനെങ്കിൽ അത്തേക്കാന്ന് പറഞ്ഞാകും. ചിലർ അവിടെ കിടന്ന് പട്ടിക തന്നെയാകും. ചിലർ ദൈവത്തെ പഴി പറഞ്ഞുകൊണ്ട് തന്നെയാകും. എന്നാൽ ദൈവം നീക്കുപോക്ക് തന്നിട്ടുണ്ട്. അങ്ങനെയാണല്ലോ വാഗ്ദത്തം. അപ്പൊ ഈ മുറിക്കകത്ത് ഒരു വാതിലും ജനലും എല്ലാം അടച്ചാ കിടക്കുന്നെങ്കിൽ ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് എല്ലാ വാതിലിന്റെ ഇടയ്ക്ക് ചെന്ന് തപ്പിയും തട്ടിയും മുട്ടിയും നോക്കുമ്പോൾ ഒരു വാതിൽ തുറന്നു. അതിനോട് പ്രത്യേകം അങ്ങനെ ദൈവം ചെയ്യത്തുള്ളൂ. അതാണ് ദൈവത്തിന്റെ പരിപാടി എന്ന് പറയുന്നത്. പക്ഷെ ആ വാതിൽ കണ്ടെത്താനുള്ളതായിരിക്കുന്ന ഒരു നോട്ടവും ശ്രമവും ഒക്കെ നമ്മുടെ ഭാഗത്തു നിന്ന് വേണ്ടത് ആവശ്യമാണ്. ഈ പ്രലോഭനങ്ങളിലൊക്കെ വീണു പോകുന്ന ആളുകളെ സാമ്പത്തിക കുറ്റങ്ങളിലായാലും ലൈംഗിക കുറ്റങ്ങളിലായാലും മദ്യപാനത്തിലായാലും ഇനി വേറെ ഏത് കാര്യങ്ങളിലായാലും വീണു പോകുന്നൊന്നോ പരീക്ഷ കൊണ്ട് വീണു പോകുന്നതല്ല. ഒരു മനുഷ്യനെയും പരാജയപ്പെടുത്താനുള്ള ഒരു പരീക്ഷ കർത്താവ് തന്നിട്ടില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ മനുഷ്യർക്ക് നടപ്പില്ലാത്തൊരു കാര്യം നിങ്ങൾക്ക് വന്നിട്ടില്ല. ഇതിനു മുമ്പ് ജീവിച്ച വിശ്വാസികളെല്ലാം അംഗീകരിച്ചിട്ടുള്ള കാര്യങ്ങളേ ഉള്ളൂ. പരീക്ഷയോടുകൂടെ നീക്കുപോക്കും തന്നിട്ടുണ്ട്. പിന്നെ വീഴുന്നത് എന്താ? നീക്കുപോക്ക് ഉപയോഗിക്കാത്തത് കൊണ്ടും പരീക്ഷ വരുമ്പം പരീക്ഷയുടെ സ്വഭാവം മനസ്സിലാക്കാത്തത് കൊണ്ടും ഇതിന് പിന്നെ ദൈവത്തിന്റെ കരങ്ങളുണ്ടെന്നും ഇത് ദൈവം തരുന്നതാണെന്ന് മനസ്സിലാക്കാത്തത് കൊണ്ടും ഇത് നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണെന്ന് മനസ്സിലാക്കാത്തത് കൊണ്ടും ഒക്കെ ചില ആളുകൾ നേരെ ചെന്നങ്ങ് ചാടുക. പ്രശ്നം വരുമ്പോൾ നേരെ അതിലേക്ക് നെയ്യൽ പോലെയാണ്. തീ കണ്ടാൽ
ഈ തീ കൂട്ടിയത് നിനക്ക് വേണ്ടിയല്ല, നിന്നെ കൊല്ലാൻ വേണ്ടിയല്ല, തീ കൂട്ടി വേറെ ആവശ്യത്തിന് വേണ്ടിയാ. എന്നാലും കൂട്ടിയില്ല, ഞാൻ ചത്തേക്കാം എന്ന് പറഞ്ഞ് എന്ന് ചാടുന്നതായിരിക്കുന്ന ആളുകൾ. അങ്ങനെ ഒരുപാട് വിശ്വാസികൾ പാപത്തിൽ ചെന്ന് വീഴാറുണ്ട്. പാപത്തിൽ പല വിധത്തിലുള്ള പാവങ്ങൾ, ഇസ്രായേൽ മക്കളുടെ പാവങ്ങളെ പറ്റിയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വേദഭാഗം വളരെ നല്ല വേദഭാഗമാണ്. ക്രിസ്ത്യ ജീവിതത്തിൽ നമ്മൾ വളരെ ശ്രദ്ധിച്ച് പഠിക്കേണ്ടതായിരിക്കുന്ന ഒരു വേദഭാഗമാണ്. 1500 വർഷങ്ങളിൽ ഏതാണ്ട് ഇസ്രായേൽ മക്കളുടെ ചരിത്രത്തെ ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇതിന്റെ മുഖവുര സെറ്റ് ചെയ്യുന്നത്. ബാക്ക്ഗ്രൗണ്ട് ഏതാണ്ട് 1450-കളിലെ മോശയുടെ നേതൃത്വത്തിൽ മിസ്രൈമിൽ നിന്ന് പോകുന്നതായിരിക്കുന്ന ജനങ്ങൾ 400 വർഷങ്ങൾ കനാൻ നാട്ടിൽ കൂടെ സഞ്ചരിച്ച് അതിലൊരു 20 വയസ്സിന് മേൽ പ്രായമുള്ള ഒരു 6 ലക്ഷം ഉണ്ടായിരുന്നു. അതിൽ 5,99,998 പേരും ചത്തു. 2 ആളുകൾ കാലേബും യോശുവയും മാത്രം വിചാരിച്ചുള്ളൂ. ഈ 5,99,998 പേര് ചാകാൻ വേണ്ടിയാണോ അവരെ അവിടുന്ന് കൊണ്ടുവന്നത്? അവരെ അവിടുന്ന് പുറപ്പെടുവിച്ചുകൊണ്ടുവന്ന് അതിനു വേണ്ടിയല്ല. കാലേബിന് യോശുവയ്ക്കും വരാത്ത വല്ല പരിശോധന അവർക്ക് വന്നോ? ഇല്ല. അവർക്ക് വന്ന എല്ലാ പരിശോധന ആർക്ക് വന്നു? കാലേബിന് യോശുവയ്ക്കും വന്നു. അവർ വീണില്ലല്ലോ. പിന്നെ എന്താ നിങ്ങൾ വീണത്? അപ്പൊ കാലേബിനെ യോശുവയെ പോലെ ജയിച്ചു പോകാനുള്ളതായിരിക്കുന്ന എല്ലാ ക്രമീകരണങ്ങളും ഈ 6,20,000 വയസ്സിന് മേൽ പ്രായമുള്ള, അല്ലാത്തവരെല്ലാം 22 ലക്ഷം ഉണ്ടായിരുന്ന പറഞ്ഞത്. 22 ലക്ഷം ആളുകൾക്ക് ചെയ്തിട്ടാണ് ദൈവം അവരെ കൊണ്ടുവന്നത്. ഒരു മനുഷ്യൻ പരാജയപ്പെടുമ്പോൾ ഒരിക്കലും അവന് വീഴുമ്പോ താഴുമ്പോ പാപം ചെയ്യുമ്പോ എക്സ്ക്യൂസസ് എന്ന് നമ്മൾ പറയാറുള്ളത്. ഒഴിവൊഴിവുകൾ പറയേണ്ട കാര്യമില്ല. ഒഴിവൊഴിവുകളൊന്നുമില്ല. പാപം ചെയ്യുന്നതിന് തന്നെ ഒഴിവൊഴിവ, പരാജയപ്പെടുന്നതിന് തന്നെ ഒഴിവൊഴിവ. പരീക്ഷ ടഫായത് കൊണ്ടല്ല പിള്ളേർ തോക്കുന്നതാണോ? പരീക്ഷ ടഫായത് കൊണ്ടാണ് പിള്ളേർ തോക്കുന്നത്? അല്ല, ടഫായ പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കാത്തതുകൊണ്ടാ. ഈസി ആയിട്ടുള്ള പരീക്ഷയ്ക്ക് വേണ്ടി പഠിച്ചാ പോകുന്നത്. ചെന്നപ്പോഴവർക്ക് മനസ്സിലായി അവര് ഒരുപക്ഷെ ടീച്ചർ ചോദ്യം ചോദിക്കുകയില്ലെന്ന് വിചാരിച്ച് ഒഴിവാക്കിയ വേദഭാഗങ്ങളിൽ നിന്ന് തന്നെയാണ് ക്വസ്റ്റ്യൻസ് വന്നത്. മിടുക്കന്മാരെന്താണ്, എവിടുന്ന് ചോദ്യം എങ്ങനെ മറിച്ചിട്ടാലും തിരിച്ചിട്ടാലും അവർ എഴുതി 100 മാർക്കുമായിട്ട് പോരും. ഒരേ പരീക്ഷ ഒരേ ക്ലാസ്സിലിരുന്ന് പഠിച്ച ആളുകള് അല്ലേ? പണ്ടങ്ങനെ ഞങ്ങൾക്ക് ഇപ്പൊ ചെറുപ്പത്തിൽ പഠിച്ചൊരു പദ്യം ഇപ്പോഴും ഓർക്കുന്നുണ്ടത്. തുല്യം ചൊല്ലിക്കൊടുക്കുന്നത് ഗുരു, ജഡനും പ്രാജ്ഞനും വിധേയത്താൻ, ഇല്ലാതാക്കുന്നില്ലേവനും ഗ്രഹണപ്പെടുതേ താൻ കൊടുക്കാറുമില്ല. തുല്യം ചൊല്ലിക്കൊടുക്കുന്നു ഗുരു, ജഡനും പ്രാജ്ഞനും. ബുദ്ധിമാനായ കുട്ടിക്കും ഭോഷനായ കുട്ടിക്കും ടീച്ചർ അവിടെ ഇരുന്ന് ഒരുപോലെയാണ് വിദ്യ ചൊല്ലി കൊടുക്കുന്നത്. ഗ്രഹണപ്പെടുത, ഗ്രഹിക്കാനുള്ള കഴിവ് ആർക്കും കൊടുക്കുന്നില്ല. ഒരേ ചോദ്യം എല്ലാവർക്കും ചോദിക്കുന്നു. പിന്നെ എന്താണ്? അപ്പൊ ചില സമയങ്ങളിൽ നമ്മൾ വീണു പോകുന്നത് പരീക്ഷയുടെ കാഠിന്യം കൊണ്ടല്ല, ഒന്നീ പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കാത്തതുകൊണ്ടാണ്. ജോസഫിനേക്കാൾ അനുകൂലമായി വ്യഭിചാരം ചെയ്യാൻ അവസരം കിട്ടിയ ഒരു മനുഷ്യൻ ലോകചരിത്രത്തിലുണ്ടോന്ന് എനിക്കറിയില്ല. കാരണം ഒരു സ്ത്രീ മുൻകൈ എടുക്കുന്നതോട് ഭർത്താവോട് എല്ലാം പൂർണ്ണ സ്വാതന്ത്ര്യത്തോടെ എല്ലാം ഉണ്ട്. ജോസഫ് ഒറ്റ വാക്യം പറഞ്ഞുള്ളൂ, ഈ പാപം ഞാൻ ദൈവത്തിനെതിരെ എങ്ങനെ ചെയ്യും? ഏത് പാപം ആർക്കെതിരെ ചെയ്താലും ദൈവത്തിനെതിരെയാണെന്ന് ജോസഫിന് അറിയാമായിരുന്നുകൊണ്ട് ജോസഫ് അത് ചെയ്തില്ല. അല്ല, അവസരം കൊണ്ടാണോ? അവസരത്തിന്റെ ആനുകൂല്യത കൊണ്ടാ പാപം ചെയ്യുന്നതെന്ന് പറഞ്ഞ ജോസഫ് പാപം ചെയ്യണമായിരുന്നു. അങ്ങനെ അല്ല. തെറ്റ് ചെയ്യുന്നതൊന്നും അതുകൊണ്ടല്ല. ചില ആൾ കൂട്ടുകാരും ഉണ്ടാവും തെറ്റിപ്പോയെന്ന് പറയാം. കൂട്ടുകാരുണ്ടെന്ന് ആരും തെറ്റുന്നില്ല. കൂട്ടുകാരുകൊണ്ട് തെറ്റുന്ന കാര്യമൊന്നുമില്ല. എല്ലാ വിധത്തിലുള്ള കൂട്ടുകാരും എൻ്റെ ജീവിതത്തിൽ എനിക്കുണ്ടായിരുന്നു. തെറ്റിപ്പോകാനാന്നേ എനിക്ക് 100,000 അവസരം ഉണ്ടായിരുന്നു. ഞാൻ തെറ്റിപ്പോയി. പാപമൊന്നും ചെയ്തില്ലെന്നും കുറ്റം ചെയ്തില്ലെന്നും നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, അങ്ങനെ പറഞ്ഞതല്ല. പക്ഷെ സാധാരണ തെറ്റിപ്പോകുമെന്ന് പറയില്ലേ? മദ്യപിക്കുന്ന കൂട്ടുകാരിലൂടെ എനിക്ക് എൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്നുണ്ടായിരുന്നു. അവർ എന്നെ വിളിച്ചിട്ട് മദ്യപിക്കാൻ പോയിട്ടുണ്ട്. ഞാൻ അവരോട് പോയിരുന്ന് ആരെങ്കിലും കുടിച്ചിട്ട് ചെന്നിട്ട് പോന്നിട്ടുണ്ട്. അവർ മദ്യം കുടിച്ചിട്ട് പോയി. എന്നെ കൊണ്ട് ഒരു ടേസ്റ്റ് പോലും നോക്കാനായിട്ട് സാധിച്ചില്ല. ഒരിക്കൽ 4 വിശ്വാസികൾ ഞങ്ങൾ ഒരുമിച്ച് കൂടിയിട ഈ മദ്യത്തിന്റെ രുചി എന്താ, വീഞ്ഞിന്റെ രുചി എന്താണെന്ന് അറിയണമെന്ന് പറയും. 4 പേരും കുടിച്ചിട്ടുള്ളവരല്ല ഒരിക്കലും. അതെ. അപ്പോ അവരിലൊരാൾ പോയി ഒരു കുപ്പി വൈൻ വീഞ്ഞ് വാങ്ങിച്ചിട്ടുണ്ട്. സ്ട്രോബെറി വൈൻ എന്ന് പറയും. നല്ല വൈനാന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, നമ്മൾ അറിയില്ല. 4 ഗ്ലാസ് എടുത്ത് 4 ഗ്ലാസ്സിലേക്ക് അത് ഒഴിച്ചു. അവർ 3 പേരും കുടിച്ചിട്ട് പറഞ്ഞു വളരെ നല്ലതാണെന്ന് പറഞ്ഞു. ഞാൻ ഒരു തുള്ളി വായിലേക്ക് ഒഴിച്ചിട്ട് തുപ്പിക്കളഞ്ഞു. അതിന്റെ ടേസ്റ്റ് പോലും ഞാൻ അറിഞ്ഞില്ല. അവസരമില്ലാച്ചിട്ടാണോ? അല്ല,
അത് കുടിക്കുന്നത് ശരിയല്ലെന്ന് എനിക്ക് തോന്നി. വായിലൊഴിച്ചപ്പോൾ തന്നെ എന്റെ മനസ്സാക്ഷിയോട് പറഞ്ഞു, നീ ചെയ്യുന്നത് തെറ്റാന്ന് പറഞ്ഞു. ശരി, ഞാൻ കുടിച്ചില്ല. അവർ കുടിച്ചു, വിശ്വാസികളാണ്. അവർ പാപം ചെയ്തെന്ന് ഞാൻ പറയുന്നില്ല. വീഞ്ഞ് അങ്ങനെ കുടിച്ചതുകൊണ്ട് പാപം ചെയ്തെന്ന് ഞാൻ അന്നും വിചാരിച്ചാൽ ഇപ്പോഴും വിചാരിക്കുന്നില്ല. അപ്പൊ പറയോ, അപ്പൊ അച്ഛൻ പറഞ്ഞാൽ വീഞ്ഞ് കുടിക്കാം. ഞാൻ പറഞ്ഞില്ല, ഞാൻ കുടിച്ചില്ലെന്നാ പറഞ്ഞത്. അങ്ങനെയല്ലേ പറഞ്ഞത്? ഞാൻ തുപ്പിക്കളഞ്ഞല്ലേ പറഞ്ഞത്? അങ്ങനെ പറഞ്ഞത്. അവർ കുടിച്ചോ ഇല്ലെന്നോ അവരും ദൈവമായി തീർക്കേണ്ടത്, അവർ മനസാക്ഷിയായി തീർക്കേണ്ട പ്രശ്നമാണ്. ഞാൻ കുടിച്ചില്ലെന്നുള്ളത് ഞാനും ദൈവമായി തീർക്കേണ്ടത്, എന്റെ മനസാക്ഷിയായി തീർക്കേണ്ടത്. ഞാൻ കുടിച്ചില്ല. അതുപോലെ ഓരോരോ അവസരങ്ങളെ ജീവിതത്തിൽ ചിന്തിച്ചാൽ ഏത് തരത്തിലുള്ള പാപം ചെയ്യാനുള്ള അവസരങ്ങൾ ധാരാളം വന്നിട്ടുണ്ട് ചെയ്യും. കാരണം മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷയൊന്നുമില്ല. യോശുവയ്ക്കും കാലേബിനും വരാത്ത ഒരു പരിശോധനയും ഈ നശിച്ചുപോയ 6 ലക്ഷം ആളുകളിൽ 5,99,998 പേർക്ക് വന്നില്ല. വാസ്തവത്തിൽ അവരെക്കാൾ കൂടുതൽ പരീക്ഷ ആർക്കാ വന്നത്? ഇവർക്കാ വന്നത്. കാരണം ജനം കല്ലെറിയാൻ ആരെയാ എടുത്തത്? കാലേബിനെ യോശുവ കല്ലെറിയാൻ എടുത്തത്. അവർ തെറ്റിപ്പോയി. അപ്പൊ തെറ്റിപ്പോകുന്ന ആൾ പറയും അതൊക്കെ അവരുടെ സ്വഭാവത്തിന് ബലഹീനത കൊണ്ടാണ്. സ്വഭാവത്തിന് ബലഹീനത കൊണ്ടാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം ഏത് പാപത്തെയും റെസിസ്റ്റ് ചെയ്യാൻ, അതിജീവിക്കാനുള്ളതായിരിക്കുന്ന കപ്പാസിറ്റി ദൈവം മനുഷ്യന് നൽകിയിട്ടുണ്ട്. ഏത് പ്രലോഭനത്തെയും നോ പറയാനുള്ള കഴിവെന്ന് പറയുന്ന അസാമാന്യ കഴിവാണ്. ഏത് കുഞ്ഞും ആദ്യം പറയുന്ന വാക്ക് ഏതാണെന്നറിയാം? ഇംഗ്ലീഷ് ഭാഷ അറിയാവുന്ന കുട്ടികൾ ഏതാണെന്ന് ആദ്യം പറയുന്ന വാക്ക് നോ, നോ, നോ. അതാണ് യേസെന്ന് പറയില്ല. അത് ദൈവം അവരെ പഠിപ്പിച്ചിരിക്കുകയാണ്. നീ ആദ്യം പറയാൻ പഠിക്കേണ്ടത് എന്താണ്? നോ എന്നാണ്. കൂട്ടുകാരോട് നോ എന്ന്, എല്ലാവരോടും നോ എന്ന് പറയുമ്പോൾ നീ നോ എന്ന് പറയാൻ പഠിച്ചാൽ നീ ജയിച്ചു. ഈ യേസ് പറഞ്ഞാണ് പാപത്തിൽ വീഴുന്നത്. നോ പറഞ്ഞാൽ ഞാൻ സിനിമ കണ്ടിട്ടില്ല, ഞാൻ ടി വിയിൽ കണ്ടുണ്ട് കേട്ടോ, ഇല്ലെന്ന് പറയുന്നില്ല. ടി വിയിലൊക്കെ കണ്ടിട്ടുണ്ട്. എൻ്റെ കുടുംബത്തോടു കൂടെ ഇരുന്ന് കാണാവുന്നതൊക്കെ കണ്ടിട്ടുള്ളൂ, അല്ലാത്തൊന്നും കാണാം. പക്ഷെ ഞാൻ തിയേറ്ററിൽ പോയി ഒരിക്കലും കണ്ടിട്ടില്ല. ഈ 83 വയസ്സിൽ ഒരിക്കൽ പോലും പോയിട്ടില്ല, കണ്ടിട്ടുമില്ല. കാണുന്ന പാപമാണോ എന്ന് ഞാൻ പറയേണ്ട കാര്യമൊന്നുമില്ല, ഇതൊക്കെ അവരൊന്നും നിശ്ചയിക്കുന്നു. ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഫിലിപ്പ് സാർ എന്ന് പറയും, ഞങ്ങളുടെ ക്ലാസ് ടീച്ചർ, നല്ല മനുഷ്യനാണ്, ഞാൻ വളരെ സ്നേഹമുള്ള സാർ. എല്ലാ പിള്ളേരെയും കൊണ്ട് സിനിമ കാണാൻ പോയി. ഏതോ ചരിത്ര മൂവിയാണ്. എല്ലാ പിള്ളേരെയും അപ്പോൾ നമ്മളെല്ലാവർക്കും പോകാന്ന് പറഞ്ഞു, മാറ്റിനി കാണാൻ. എല്ലാ പിള്ളേരും പോയി. എന്നോട് പറഞ്ഞ സാറേ ഞാൻ വരുന്നില്ല, നിങ്ങളെല്ലാം പോയി കണ്ടു ചോരം പറഞ്ഞു, ഞാൻ വീട്ടിൽ പോകാന്ന് പറഞ്ഞു. അതെന്താണ്ടോ നീ? ഞാൻ സിനിമ കാണുന്ന എന്നോട് അനുകൂലമുള്ള ഒരാളല്ല ഞാൻ. അല്ല, കാര്യങ്ങൾ പറഞ്ഞു. അപ്പൊ എന്നോട് ചോദിച്ചു, നിനക്ക് ഇതിന്റെ അപ്പനെ പേടിയാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എനിക്ക് എന്റെ അപ്പനെ പേടിയുണ്ട്, പക്ഷേ സിനിമ കാണുന്ന കാര്യത്തിൽ അപ്പനെ അല്ല പേടി, അത് എന്റെ മനസാക്ഷിയാണ്. 10ാം ക്ലാസ്സിൽ പഠിക്കും. നിന്റെ അപ്പനോട് ഞാൻ പെർമിഷൻ വാങ്ങാന്ന് പറഞ്ഞു. എന്റെ ഫാദറും ഫിലിപ്സാറും ഒക്കെ നല്ല പരിചയക്കാരാ. എല്ലാ ദിവസവും സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ അവരെല്ലാം കൂടെ ഒരുമിച്ച് 10 മണി കൂടി ചായ കുടിച്ച് വർത്താനൊക്കെ പറഞ്ഞു പോലും. ഞാൻ പറഞ്ഞു, ഞാൻ നിന്റെ അപ്പനോട് പെർമിഷൻ വാങ്ങും. ഞാൻ പറഞ്ഞു, എന്റെ അപ്പനല്ല എന്റെ വലിയപ്പൻ പെർമിഷൻ തന്നാലും ഞാൻ വരികയില്ല സാറേ, വെറുതെ സമയം കളയാം. അങ്ങനെ അപ്പനല്ല വലിയപ്പൻ പറഞ്ഞാലും ഞാൻ വരികയില്ല, അതെന്റെ പ്രമാണമാണ്. എന്നാ നീ വരണാക്കൂ, അവരെ പോയി കണ്ടിട്ട് പോകും. അപ്പൊ അവസരം കൊണ്ടോ നിർബന്ധം ഇല്ലായ്മ കൊണ്ടോ ഒന്നും അല്ല ഞാൻ കാണാഞ്ഞത്, എന്റെ ഒരു പ്രമാണമാണ്. ഞാൻ കാണുന്നില്ലെന്ന് വെച്ചു. എനിക്ക് കാണാനായിട്ട് വലിയ ബുദ്ധിമുട്ടില്ല. എൻ്റെ അപ്പച്ചനും ഒന്നും പറയില്ല, എനിക്കറിയാം. കാരണം ടീച്ചർ പറഞ്ഞു കൊണ്ടതില്ല. അല്ലെ ഇപ്പൊ ഉണ്ടെങ്കിൽ അപ്പച്ചനോട് പെർമിഷൻ വാങ്ങിച്ചു. അതിന്റെ ആവശ്യമില്ല. എന്തിനാ ആവശ്യമില്ല? എനിക്ക് വേണ്ടിയിട്ടല്ലേ. എനിക്ക് ആവശ്യമില്ലാത്തൊരു കാര്യം. ഇപ്പൊ ഞാൻ പറയും, ബൈബിളും പറയുന്നത് അത് തന്നെയാണ്. ഇങ്ങനെയുള്ള പരീക്ഷകളോടുകൂടെ എന്തുണ്ട്? നീക്കുപോക്കുണ്ട്. ഇതൊക്കെ ഓരോരുത്തരുടെ പ്രമാണങ്ങളും തീരുമാനങ്ങളും. ഈ ചുമട്ട് തൊഴിലാളികൾ എന്ന് പറയുന്ന ആളുകൾ, ഭയങ്കര കഠിനാധ്വാനം ചെയ്യുന്ന ആളുകൾ, ഈ അരി മാർക്കറ്റിലെ ചുമട്ട് തൊഴിലാളികളെ, തടിപ്പണ്ടിയുടെ ചുമട്ട് തൊഴിലാളി, ഇങ്ങനെ ഞാനിപ്പോഴും ഓർക്കുന്നത് തൃശ്ശൂരിലായിരുന്നപ്പോൾ അവിടുത്തെ അരി മാർക്കറ്റ് എന്ന് പറയുന്നത് അവിടുത്തെ ഏറ്റവും വലിയ മാർക്കറ്റാണ് തൃശ്ശൂരിലെ. ഒരു ദിവസം എനിക്കറിയില്ല, എങ്കിൽ ഞാൻ വിചാരിക്കുന്ന ഒരു 10-400 ലോഡ് അരിയെങ്കിലും വരും. തൃശ്ശൂർ ജില്ലയുടെ മാത്രമല്ല ദേശത്തെ എല്ലാ ജില്ലകളിലേക്കും അവിടുന്ന് പോകുന്ന അരി ലോറി വന്ന ആളുകൾ കൊണ്ടുവന്നു. ഇതെല്ലാം ഇറക്കുന്ന തൊഴിലാളികൾ. അപ്പൊ ഓരോ പാർട്ടിക്കും ഉണ്ട്. ഈ തൊഴിലാളികൾക്ക് എന്തോ ഒരു കാശ് ഓരോ ദിവസം ഉണ്ടാക്കുന്നറിയാം. ഒരു ചാക്കരി ഇറക്കുന്നതിന് അന്നത്തെ കാലത്ത് എന്താ, എനിക്ക് 50 പൈസ, 1 രൂപ 2 രൂപ ഒക്കെ, ഇങ്ങനെ ആയാലും 12,000 രൂപ അന്നത്തെ കാലത്ത് വൈകിട്ട് കൊണ്ടായി ഇവന്മാർ പോകുന്നത്.
അത് മുഴുവൻ കൊണ്ട് കുടിച്ച് കളയാണ്. ഭാര്യയ്ക്കും പിള്ളേർക്കും പട്ടിണിയാണ്. എന്നാൽ INTUC-യുടെ ലീഡറായിട്ടൊരു മനുഷ്യനുണ്ടായിരുന്നു. അവൻ അവിടുത്തെ ലീഡറായി, അവൻ രാവിലെ വരുന്നത് അവൻ കാറിലാണ് വരുന്നത്. പുതിയ നൈസ് കാറിലാണ് ഇറങ്ങുന്നത്. സ്വർണ്ണമാലയൊക്കെ ഉണ്ട്, ചിത്രപ്പവന്റെ മാലയൊക്കെ ഒന്ന് കഴുത്തെ കിടപ്പുണ്ട്. അവനും വന്ന് എല്ലാവരും പോലെ യൂണിഫോം കിട്ടും. അവന് ഉണ്ടാക്കുന്ന കാശ് മുഴുവൻ അവൻ സേവ് ചെയ്ത് അവൻ്റെ മക്കളെ, അന്നത്തെ കാലത്ത് വെല്ലൂരിലെ മെഡിസിൻ പഠിക്കുകയും MD ഒക്കെ പഠിച്ച് അവരെല്ലാം വലിയ വലിയ ആളുകളായി. ഇവൻ ഒറ്റ പൈസ പറഞ്ഞു, 10 പൈസ തരാൻ ഞാൻ ഒരു ബീഡി വലിക്കാൻ പോലുമില്ല. അതെല്ലാം ഞാൻ എൻ്റെ മക്കളെ പഠിപ്പിക്കാനും വീട് വെക്കാനും. കൂടെ ഉള്ളവരെല്ലാം പോയി കുടിച്ചു. പിന്നെ ഇവിടെയൊക്കെ ലീഡറാ. വൈകിട്ട് കാശ് വീതി കൊടുത്തേച്ച് പറയും ബായ്, നാളെ രാവിലെ കാണാം. അപ്പൊ അവസരം ഇല്ലാഞ്ഞിട്ടാണോ? കൂട്ടുകാരില്ലാഞ്ഞിട്ടാണോ? കുടിക്കുന്നവരുടെ മാതൃകയില്ലാഞ്ഞിട്ടാണോ? അതല്ല, അവനൊരു പ്രമാണം വെച്ചു. അവൻ വിശ്വാസിയൊന്നും ആയിരുന്നില്ല, ദൊരിക്കനായിരുന്നു. അവനൊരു പ്രമാണം വെച്ചു, എന്താണ്? ഞാൻ മദ്യം തൊടുവില്ല, അത് ദോഷമാണ്, ഞാൻ അധ്വാനിക്കുന്ന എൻ്റെ കുടുംബത്തിന് വേണ്ടിയാണ്. അങ്ങനെ ഏത് തൊഴിലാളി പറഞ്ഞാലും അവർക്കൊക്കെ ഇല്ലേ കാശ്, എന്തായാലും 3000 രൂപയല്ലേ, വൈകിട്ട് മുഴുവൻ കൊണ്ടുവന്ന് ഷാപ്പി കളയല്ലേ. ഞാൻ പറഞ്ഞത്, ഇത് നമ്മൾ പാപം ചെയ്യുന്നതിന് വിശ്വാസിയായാലും അവിശ്വാസിയായാലും ആരെയും കുറ്റം പറയാൻ സാധിക്കുക. ദൈവം വെച്ചിട്ടുള്ള കോമൺ പ്രമാണമാണ് പറയുന്നത്. മനുഷ്യർക്ക് നടപ്പല്ലാത്ത ഒരു പരീക്ഷയും, ഏതെങ്കിലും ഒരു പരീക്ഷ ഒരാൾക്ക് വന്നെങ്കിൽ ലോകത്തിൽ എവിടെയെങ്കിലും മറ്റൊരാൾക്ക് അത് വന്നിരിക്കും. അതാണ്. നിങ്ങൾ അന്വേഷിച്ചാൽ മതി. ആ ആൾ എങ്ങനെയാ ജയിച്ചത് നിങ്ങൾ അന്വേഷിച്ചാൽ മതി. നമ്മൾ നമ്മുടെ മുൻകോപം കൊണ്ടും നമ്മുടെ ദുഷ്പ്രവൃത്തി കൊണ്ടും നമ്മുടെ ഇടുങ്ങിയ കുടുസായ മനസ്സുകൊണ്ടും നമ്മുടെ തെറ്റായ മൂല്യങ്ങൾ കൊണ്ടും ഓരോരോ കാര്യങ്ങൾ കൊണ്ടാണ് നമ്മൾ പാപം ചെയ്യുന്നത്. അല്ല, എന്താ പാപം ചെയ്യുന്നത്? ഒരാൾ നമ്മളെ അസഭ്യം പറഞ്ഞെന്ന് വിചാരിച്ച് നമ്മൾ തിരിച്ചസഭ്യം പറയേണ്ട ആവശ്യമുണ്ടോ? ഒരാവശ്യമില്ല. അതെല്ലാം കേട്ടേച്ച് ദൈവം നിന്നെ അനുഗ്രഹിക്കേണ്ട സഹോദര എന്ന് പറഞ്ഞാൽ തീർന്നില്ല, പ്രശ്നം തീർന്നില്ല. ആ പറഞ്ഞവൻ കുറ്റബോധത്തോടു കൂടെ വീട്ടിൽ പോകും. എന്തും മോൻ ചിന്തിച്ചൊരു പക്ഷേ നാണക്കേടായിപ്പോ അവനോട് കുറ്റം പറഞ്ഞാൽ ദൈവം അനുഗ്രഹിക്കട്ടെ. എന്തൊരു പാർട്ടിയാണ്. ഞാൻ വിചാരിച്ച അവൻ്റെ ഉന്തോന്നുള്ളത് തരും, എന്നിട്ട് അവൻ 2 കൊടുക്കാമെന്ന് വിചാരിച്ചാൽ ഞാനിത് പറഞ്ഞു. ഇപ്പൊ അവൻ പറയും ദൈവം അനുഗ്രഹിക്കും. അത് കുറ്റം ചെയ്യുന്നു തെറ്റ് ചെയ്യുന്നതല്ല, അതാ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ പറയാണ്, നീ നിൽക്കുന്നു എന്ന്, നീ ക്രിസ്ത്യ ജീവിതത്തിൽ രക്ഷിക്കപ്പെട്ടവനാണ്, ഞാൻ നിൽക്കുന്നു എന്ന് നിനക്ക് തോന്നുന്നുവെങ്കിൽ നീ വീഴാതിരിക്കാൻ സൂക്ഷിച്ചു പറഞ്ഞു. മധ്യപ്രദേശത്തായിരിക്കുന്ന കാലത്ത് ഞാൻ അവിടെ ഗവൺമെന്റ് പോളിടെക്നിക്കിലെ ഇൻസ്ട്രക്ടറായിരുന്നു. എൻ്റെ ഹെഡ് ജോഷി സാർ എന്നൊരു മനുഷ്യനാണ്, മറാഠി മനുഷ്യനാണ്. അയാളെ ആ സ്ഥാപനത്തിലെ പ്രിൻസിപ്പൾ തുടങ്ങി എല്ലാവർക്കും അയാളെ വെറുപ്പെന്ന് പറഞ്ഞാൽ ഇതുപോലെ വെറുപ്പും പേടിയുമാണ്. അപ്പൊ ഞാൻ വിചാരിക്കും, എനിക്ക് ഏറ്റവും ജോഷാണ് സൂക്ഷിക്കണം, ജോഷി സാറിനെ സൂക്ഷിക്കണം. അയാള് എല്ലാവരും എന്തെങ്കിലും കാര്യം കണ്ടിട്ട് അയാളെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടാനുള്ള പരിപാടി ഒപ്പിക്കും. അതാണ് ജോലി. ഏത് ജോലിക്കാരൻ വന്നാലും അവൻ്റെ അന്ന് തുടങ്ങിയുള്ള വരുന്നത് പോകുന്നത് ചെയ്യുന്നത് എല്ലാം കുറിച്ചിട്ടിട്ട് മെമ്മോ എഴുതി അവൻ്റെ പേരിൽ കേസുണ്ടാക്കിയിട്ട് അവന് പറഞ്ഞു വിടും. അത് അയാളുടെ പതിവാ. അപ്പൊ വന്നപ്പോഴും പറഞ്ഞിട്ടുണ്ട്, സൂക്ഷിച്ചോണോ എന്ന് പറഞ്ഞില്ല, 2 ദിവസം നിൽക്കില്ലെന്ന്. അപ്പൊ സാർ സൂക്ഷിച്ചോണോ എന്ന് പറഞ്ഞു. ഞാനത് പ്രത്യേകിച്ചൊന്നും സൂക്ഷിച്ചില്ല. ജോഷി സാറിനോട് പ്രത്യേകം മമത കാണിക്കാനും പോയില്ല, അകൽച്ച കാണിക്കാനും പോയില്ല. ഞാൻ ജോഷി സാറിന്റെ കീഴിൽ 5-6 കൊല്ലം ജോലി ചെയ്തു. സാർ എന്നെ ഒന്നും ചെയ്തില്ല, ഞാൻ സാറിനെ ഒന്നും ചെയ്തില്ല. അതെ, ഞാൻ പറഞ്ഞ എല്ലാവരെയും അയാൾ ഉപദ്രവിച്ചു എന്ന് നമ്മൾ ഉപദ്രവിക്കണം. അയാളൊരു മനുഷ്യനാണ്. അയാൾ മനുഷ്യരെ ഉപദ്രവിക്കുന്നെങ്കിൽ എന്തെങ്കിലും ഒരു കാരണം അതിന് കാണണം. അല്ല ചുമ്മാ ഉപദ്രവിക്കുമോ? ചുമ്മാ ഉപദ്രവിക്കുകയില്ല. എപ്പോഴും അങ്ങനെ. ഏത് ക്രൂരനായ മൂർഖനായ മനുഷ്യൻ, പത്രോസ് അങ്ങനെയല്ലേ പറയും, മൂർഖന്മാർക്കും കൂടെ കിടങ്ങിയിരിപ്പിന്. അങ്ങനെ പറയാം, മൂർഖന്മാർക്ക്. അത് നീറോ ഉദ്ദേശിച്ചാൽ പറയുന്നത്, നീറോ ചക്രവർത്തിക്ക് പോലും നിങ്ങൾ കിടങ്ങിയിരിക്കുന്നു. ആളുകൾ ചെയ്യില്ല, നമ്മൾക്കത് ഇഷ്ടമല്ല, നമുക്കത് ഇഷ്ടമല്ല അത് എന്ന് പറയും. പ്രമാണങ്ങൾ വിട്ടുവീഴ്ച ചെയ്യാതെ ദൈവത്തിൽ ആശ്രയിച്ച് സത്യത്തിന് വേണ്ടി നിൽക്കുന്ന മനുഷ്യർക്ക് എവിടെ ചെന്നാലും ആരെയും ഭയപ്പെടേണ്ടവരെ ഭയപ്പെടണം, ബഹുമാനം കൊടുക്കുന്നവർക്ക് ബഹുമാനം കൊടുക്കണം. അല്ലാതെ ആരെയും പ്രത്യേകിച്ച് ഭയപ്പെടേണ്ട ആവശ്യമൊന്നും ഒന്നുമില്ല. ദൈവത്തെ ഭയപ്പെട്ടാൽ മതി.
ഒരാളെ ഭയപ്പെട്ടാൽ മതി, ദൈവത്തെ. പിന്നെ മറ്റുള്ളവരൊക്കെ ബഹുമാനിച്ചാൽ മതി. അങ്ങനെയാണ്. ദൈവത്തെ ഭയവും മനുഷ്യനെ ശങ്കയും. പക്ഷെ അവൻ എന്ത് വിചാരിക്കും, അവൻ എന്ത് പറയും, അത് നമ്മൾ വിചാരിക്കുന്നു. എന്നെ പറ്റി നല്ലത് പറയാം, മോശമായത് പറയരുത്, അപ്പോൾ പറയിക്കരുത്. അത് ഭയപ്പെടുന്ന ദൈവത്തെ മാത്രമേ ഉള്ളൂ. അയൽക്കാരെ ശങ്കയുണ്ട്, അയൽക്കാരനെ പറ്റി നല്ല പറയണമെന്ന് ബന്ധമുണ്ട്. അത് അപ്പൊ ഈ ഒരു അധ്യായം വലിയ പ്രധാനപ്പെട്ട ഒരു അധ്യായമാണ്. ഈ അധ്യായം പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു അധ്യായമായിട്ടാണ് ഞാനത് കാണുന്നത്. അപ്പൊ ഈ അധ്യായത്തിൽ ഞാൻ മുഖവുരയായിട്ട് ചില കാര്യങ്ങൾ പറയാം. അതെ, ഒന്നാമത് മോശ പറയുന്നത് തുടങ്ങുന്നതിന് എങ്ങനെയാണ്? ഇത് 11 വാക്യം, ഇത് ദൃഷ്ടാന്തമായിട്ട് അവർക്ക് സംഭവിച്ചു എന്നാൽ 11 വാക്യത്തിൽ. 1 വാക്യത്തിൽ തുടങ്ങുന്നത് ആകയാൽ എന്ത് സഹോദരന്മാരെ, അല്ലെ എങ്ങനെയാ തുടങ്ങുന്നത്? സഹോദരന്മാരെ, ആകയാൽ സഹോദരന്മാരെ, നമ്മുടെ പിതാക്കന്മാരെല്ലാവരും ഈ നശിച്ചുപോയ ആളുകളെ കുറിച്ച് പൗലോസ് പറയുന്നത് അവരാരാന്നാ പറഞ്ഞത്? നമ്മുടെ പിതാക്കന്മാരെന്ന് പറയുന്നത്, നമ്മുടെ ശത്രുക്കളാണെന്നല്ല പറഞ്ഞത്. കൊള്ളരുതാത്തവരെല്ലാം പോയെന്നല്ല പറഞ്ഞത്, നമ്മുടെ പിതാക്കന്മാർ. അത് നമ്മുടെ പൗലോസിന്റെ മനോഭാവമാണ്. പഴയ നിയമകാലത്ത് മരുഭൂമി നശിച്ചു പോയതായിരിക്കുന്ന ആളുകളെ പൗലോസ് നീചന്മാരെന്നും ദുഷ്ടന്മാരെന്നും അല്ല വിളിച്ചു, പിന്നെ നമ്മുടെ സഹോദരന്മാരെ പിതാക്കന്മാരെന്നാ വിളിച്ചത്. പിതാക്കന്മാരാ വിളിച്ചത്. ഈ മനുഷ്യരോടുള്ള നമ്മുടെ മനോഭാവം എന്ന് പറഞ്ഞ് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ ചിലപ്പോ നമ്മളാദ്യം എഴുതി പറഞ്ഞ ആ കൊള്ളരുതാത്ത മനുഷ്യനുണ്ടല്ലോ, 5,99,998 കൊള്ളരുതാത്ത ദുഷ്ടന്മാരായ മനുഷ്യർ, അവരെല്ലാവരും നശിച്ചു. അങ്ങനെയല്ല, നമ്മുടെ പിതാക്കന്മാരെല്ലാം. ഈ ദൈവജനത്തോടും ജീവിച്ചു വരുന്ന സമൂഹത്തോടും നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ, താതാത്മ്യം പ്രാപിക്കാനുള്ളതായിരിക്കും നമ്മുടെ കഴിവെന്ന് പറയുന്ന ഒരു വലിയ കഴിവാണ്. ഇന്ത്യക്കാരായ ആളുകളെ നോക്കിക്കൊണ്ട് എൻ്റെ രക്തത്തിലും എൻ്റെ മാംസത്തിൽ നിന്നുള്ള പ്രിയപ്പെട്ടവരെ, പൗലോസ് അങ്ങനെയല്ലേ യഹൂദന്മാരെ കണ്ടത്? ജഡപ്രകാരമുള്ള എൻ്റെ സഹോദരന്മാരെന്ന് പറഞ്ഞു. ജഡപ്രകാരമുള്ള എൻ്റെ സഹോദരന്മാർ. പൗലോസിനെ ഏറ്റവും ഉപദ്രവിച്ചത് ആരാ? ജാതികളാരും പൗലോസിനെ ഉപദ്രവിച്ചില്ല. ഉപദ്രവിച്ചതെല്ലാം സുനഗോഗിൽ നിന്ന് വന്നതായിരിക്കുന്ന യഹൂദന്മാരാണ്. എന്നാലും അവരെ കുറിച്ചാണ്, എൻ്റെ ജഡപ്രകാരമുള്ള സഹോദരന്മാർ, അവർക്ക് വേണ്ടി എൻ്റെ ജീവനെ വെച്ചു കൊടുക്കാൻ ആഗ്രഹമായിരുന്നു. നമുക്ക് ആളുകളെ കാണുന്ന കാഴ്ചപ്പാടിൻ്റെ ഒരു വ്യത്യാസം. പൗലോസ് ഈ ലേഖനം എഴുതുമ്പം വിചാരിച്ചോളണം, നശിച്ചു പോയതായിരിക്കും ഒരു കൂട്ടം ആളുകളെ നമ്മുടെ പിതാക്കന്മാരെന്നാണ് പറയുന്നത്. നമ്മുടെ പിതാക്കന്മാർ അല്ല, നശിച്ചു പോയവരൊക്കെ ദുഷ്ടന്മാരും രക്ഷിക്കപ്പെട്ട് നമ്മളെല്ലാവരും നല്ലൊരു, അങ്ങനെയല്ല കാണുന്നത്. നമ്മുടെ കാഴ്ചപ്പാടുകൾ തന്നെ വളരെ വ്യത്യാസമുണ്ട്. അപ്പൊ എന്താ ഈ മനുഷ്യർക്ക് സംഭവിച്ചത്? ഈ മരുഭൂമി നശിച്ച ആളുകൾക്ക് എന്താ സംഭവിച്ചത്? എന്താണ് അവർക്ക് സംഭവിച്ചതെന്ന് ചോദിച്ചാൽ ഞാൻ പറയും, നല്ല കാര്യങ്ങളാണ് അവർക്ക് സംഭവിച്ചത്. അവരെ പറ്റി പറയുന്നത് എന്താണ്? നമ്മുടെ പിതാക്കന്മാർ എല്ലാവരും സമുദ്രത്തിന്, മേഘത്തിന് കീഴെ ആയിരുന്നു. മേഘം എന്ന് പറഞ്ഞാൽ എന്താ? ദൈവത്തിന്റെ സംരക്ഷണം ദൈവത്തിന് നടത്തി പോവാ അല്ലേ? മരുഭൂമി മേഘം അവർക്ക് മറവായിരുന്നു, പകൽ സൂര്യന്റെ താപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ. അതുപോലെ മിസ്രൈമിലെ പട്ടാളവും ഇസ്രായേൽ മക്കളും തമ്മിൽ ചെങ്കടലിൽ എങ്ങനെയാ ഡിവൈഡ് ചെയ്തത്? ഇസ്രായേൽ മക്കളെ കാണാതെ കൊണ്ട് മേഘം അവർക്ക് മറവായി വന്നു, അവരുടെ നടുക്ക് മേഘം വന്നു. അപ്പൊ പറയുന്നത് ഇസ്രായേൽ, നമ്മുടെ പിതാക്കന്മാരെല്ലാവരും ദൈവത്തിന്റെ സംരക്ഷണത്തിലായിരുന്നു. എല്ലാവരും ദൈവത്തിന്റെ സംരക്ഷണത്തിലായിരുന്നു. നശിച്ചു പോയ ആളുകളും നശിച്ചു പോകാത്ത ആളുകളും ഒരുപോലെ ദൈവത്തിന്റെ സംരക്ഷണത്തിലാണ്. രക്ഷിക്കപ്പെട്ടവരാണോ നീ? ആരുടെ സംരക്ഷണത്തിലാണ്? ദൈവത്തിന്റെ സംരക്ഷണത്തിലാണ്. അതാണ് ഇപ്പൊ ആദ്യം പറയുന്നത്. ദൈവത്തിന്റെ ഭാഗത്ത് ഒരു പരാജയം വന്നതുകൊണ്ടല്ല നശിച്ചു പോയത്. ദൈവത്തിന്റെ ഭാഗത്തൊരു കുറവ് വന്നത് കൊണ്ടല്ല നശിച്ചു പോയത്. അവരെല്ലാവരും മേഘത്തിന്റെ കീഴെയായിരുന്നു. പിന്നെ പറയാ, അവരെല്ലാവരും സമുദ്രത്തിലൂടെ കടന്നു. ദൈവത്തിന്റെ രക്ഷണ്യ പ്രവൃത്തി കണ്ടനുഭവിച്ചവരാണ്. ഇസ്രായേൽ മക്കൾ ഇങ്ങനെ വന്നപ്പോൾ മുന്നേ ചങ്കടലിൽ നിൽക്കുകയാണ്, പുറകോട്ട് നോക്കുമ്പോൾ സൈന്യം വരികയാണ്, രണ്ട് സൈഡിലും വെച്ച് പാറക്കെട്ടുകളാണ്. അവരെ ഒന്ന് കരഞ്ഞു, എങ്ങോട്ട് പോകും ഞങ്ങള്? ദൈവം പറഞ്ഞു, മോശ പറഞ്ഞു, ദൈവത്തിന്റെ ശക്തി നിങ്ങൾ കാണുന്നു, ദൈവത്തിന്റെ കരം നിങ്ങൾ കാണുമെന്ന് പറഞ്ഞു. ദൈവം അവരെ കാൽനടയായി ഉണങ്ങിയ നിലത്തിൽ കൂടെ രണ്ട് സൈഡിലും വെള്ളം ഇങ്ങനെ മതിലുപോലെ നിന്നു. എത്ര ഉണ്ടെന്ന് എനിക്കല്ലേ, 10-20 അടി വെള്ളമെങ്കിലും മേപ്പിട്ട് ഇങ്ങനെ നിന്നു. അതിന്റെ നടുക്കൂടെ എന്ത് ചെയ്തു? 19 അടി വീതി കാണുമായിരിക്കും. ഈ ജനമെല്ലാം കടന്ന് പോയത്. അവരെല്ലാം സമുദ്രത്തിലൂടെ കടന്നു. അവരെല്ലാവരും സമുദ്രത്തിലൂടെ കടന്നു. അപ്പൊ ദൈവത്തിന്റെ രക്ഷണ്യ ശക്തി കണ്ടനുഭവിച്ചവരാണ്. ഇന്നും രക്ഷിക്കപ്പെട്ടതാണെങ്കിൽ, നീ രക്ഷിക്കപ്പെട്ടവരാണ്, ദൈവത്തിന്റെ രക്ഷണ്യ പ്രവൃത്തി കണ്ടറിഞ്ഞവനല്ലേ?
കർത്താവ് എങ്ങനെയാണ് നിന്റെ പാപങ്ങളെ പരിഹരിച്ചതെന്നും കർത്താവ് എങ്ങനെയാണ് സാത്താനെ തോൽപ്പിച്ചതെന്നും അവൻ എങ്ങനെയാണ് മരണത്തെ തോൽപ്പിച്ചതെന്നും എല്ലാം കണ്ടറിഞ്ഞവരും വിശ്വസിച്ചവരുമായ ആളുകളാണ്. ചെങ്കടൽ നമുക്ക് മുൻപേ വളർന്നതാണ്. എത്ര ചെങ്കടലുകൾ വളർന്നിരിക്കുന്നു. ഇവിടെ തീർന്നു പോകുമെന്ന് വിചാരിച്ച് എത്ര സന്ദർഭങ്ങൾ തീരാതെ ഏക്കര കിടന്നിരിക്കുന്നു. അത് ഈ 83 വർഷങ്ങൾ തിരിഞ്ഞു നോക്കിയാൽ ചെങ്കടലുകൾ പിളർന്ന കഥകളേ ഉള്ളൂ, ചരിത്രങ്ങളേ ഉള്ളൂ. ഇപ്പൊ തീരുമെന്ന് വിചാരിച്ചു, ഒന്നും തീർന്നില്ല. തീർന്നു പോയത് ദൈവത്തിന്റെ കൃപയും ദൈവത്തിന്റെ കരുണയുമല്ല, നമ്മുടെ വിശ്വാസം തീർന്നു പോയി, നമ്മുടെ ആശ്രയം തീർന്നു പോയി, അതൊക്കെ തീർന്നു പോയത്. അപ്പൊ പൗലോസ് പറഞ്ഞു ഇവരെല്ലാവരും ദൈവത്തിന്റെ ശക്തി കണ്ട ആളുകളാണ്. പിന്നെ 3-ാം വാക്യത്തിൽ പറഞ്ഞത് എന്താണ്? ഇവരെല്ലാവരും രക്ഷിക്കപ്പെട്ടവർ മാത്രമല്ല, രക്ഷിക്കപ്പെട്ടു ഇസ്രായേലിൽ നിന്നവരൊക്കെ രക്ഷിക്കപ്പെട്ടവർ മാത്രമല്ല, സ്നാനമേറ്റവരുമാണ്. കാരണം അവരെന്താ അവരെ പറ്റി പറയുന്നത്? 3-ാമത്തെ വാക്യത്തിൽ പറയുന്നത് മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റ് മോശയോട് ചേർന്നു. മേഘത്തിലും സമുദ്രം, മേഘം എന്ന് പറഞ്ഞാൽ വെള്ളമാണല്ലോ, സമുദ്ര വെള്ളം. അപ്പോൾ ഇവിടെ മേളി വെള്ളം, 2 സൈഡിലും വെള്ളം, അടി ഞാൻ വിചാരിക്കുന്നു കാല് നനയത്തൊക്കെ വെള്ളം. അങ്ങനെ വെള്ളത്തിന്റെ അകത്തൂടെ അവർ കടന്നുപോയത്. ആ സ്നാനത്തിന്റെ ഒരു ചിത്രമാണെന്ന് പറയുന്നത്. സ്നാനത്തിന്റെ ഒരു ചിത്രമാണ്. നോഹയുടെ കാലത്തെ പെട്ടകവും അത് സ്നാനത്തിനൊരു അടയാളം എന്നാ പറഞ്ഞത്. മേളിൽ നിന്ന് വെള്ളം വീഴുന്നു, താഴെ വെള്ളം, 2 സൈഡിലും വെള്ളം പൊങ്ങിയിരിക്കുന്നു. അങ്ങനെ സ്നാനത്തിലുള്ള രക്ഷയെ കാണിക്കുന്ന പഴയ നിയമത്തിന്റെ ചില ചിത്രങ്ങളാണ്. അപ്പൊ ഈ മനുഷ്യരെല്ലാവരും ഈ മോശയോട് ചേർന്നു. മോശമാണ് നേതാവ്, നമ്മുടെ നേതാവ് കർത്താവാണ്. സ്നാനമേറ്റ് നാം കർത്താവിനോട് ചേരുന്നു, അവർ സ്നാനമേറ്റ് മോശയോട് ചേരുന്നു. ഈ ചേരുന്നത് എപ്പോഴും ലീഡറോടാണ്. ആരാണ് നിങ്ങളുടെ ലീഡർ എന്ന് ചോദിച്ചാൽ അവരെ കർത്താവാണ് ഞങ്ങളുടെ ലീഡർ എന്ന് പറയത്തക്ക വെളിപ്പാടുകൾ അവർക്കുണ്ടായിരുന്നില്ല. അവർ പറയും മോശയാണ്. അതല്ലേ മോശ മലയിൽ കയറിപ്പോയപ്പോൾ ആളുകൾ പറഞ്ഞ എന്താണ്? നമ്മുടെ നേതാവ് തീർന്നതാ, ഇനി നമുക്ക് നമ്മുടെ മുന്നിൽ പോകാൻ ആരാ ഉള്ളത്? ഞങ്ങളെ മിസ്രൈമിൽ നിന്ന് കൊണ്ടുവന്നതായിരിക്കുന്ന മോശ തീർന്നു, ഇനി ഞങ്ങൾക്കൊരു നേതാവിനെ ഉണ്ടാക്കിത്താ ഞങ്ങളെ മുന്നിൽ പോവാൻ. അപ്പൊ അവരെല്ലാവരും സ്നാനമേറ്റ ആളുകളാ. പിന്നെ 4-ാം വാക്യത്തിൽ അവരെ പറ്റി പറയുന്നത് എന്താണ്? അവരെല്ലാവരും സ്വർഗീയാഹാരം കഴിച്ചവരാണ്, ദൈവിക ഭോജനം കഴിച്ചവരാണ്, കൂട്ടായ്മ. അപ്പം നുറുക്കിയ ആളുകളായി ഇവരെല്ലാവരും. അതെ, സ്വർഗത്തിന്റെ വിട്ടുകൊടുത്ത മന്ന അവർ ഭക്ഷിച്ചു. കർത്താവ് പറഞ്ഞു അപ്പം ഞാനാന്ന് പറഞ്ഞല്ലേ, നിങ്ങളുടെ പിതാക്കന്മാര് സ്വർഗത്തിൽ ഇറങ്ങി വന്ന അപ്പം മന്ന നിങ്ങളുടെ പിതാക്കന്മാര് ഭക്ഷിച്ചു. പക്ഷെ ഈ അപ്പം ഭക്ഷിക്കുന്നത് ഇത് കർത്താവിന്റെ ഒരു ചിത്രമാണ്, പഴയ നിയമ ചിത്രമാണ്. പഴയ ഒരുപാട് ടൈപ്പോളജി ഉണ്ട്, നിഴലുകളും പൊരുളുകളും ഉണ്ട്. അതിലൊന്നാണ് മന്ന എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് പൗലോസ് പറഞ്ഞു അവരെല്ലാവരും സ്വർഗീയ ആഹാരം കഴിച്ച ശക്തന്മാരുടെ ആഹാരം, ദൂതന്മാരുടെ ആഹാരം ഭക്ഷിച്ചവരാണ്. 4-ാം വാക്യത്തിൽ വീണ്ടും പറഞ്ഞു ഒരേ ആത്മീയപാനീയം കുടിച്ചവരാണെന്ന് പറഞ്ഞു. ഒരേ ആത്മീയപാനം, ക്രിസ്തുവിന്റെ നിഴലായിരിക്കുന്ന പാറ. ഒരു ലേഖനത്തിൽ എന്താ പറഞ്ഞ? ആ പാറ ക്രിസ്തുവാണ്, ആ പാറ ക്രിസ്തുവാണ്. കർത്താവ് പറഞ്ഞു വെള്ളം കിട്ടാനായിട്ട് ഹോരേബിലെ പാറയിൽ നിന്ന് നിൽക്കുമെന്ന് പറഞ്ഞു. ഈ പാറയെ അടിക്കണമെന്ന് പറഞ്ഞു, എന്നെ അടിക്കണമെന്നാ പറഞ്ഞു. ഞാൻ പാറയിൽ നിൽക്കുമ്പോൾ പാറയെ അടിച്ച് ആർക്ക് അടി കൊള്ളുന്നത്? കർത്താവിനാണ്. എന്നെ അടിക്കണമെന്ന് പറഞ്ഞു. പാറയിൽ നിന്ന് വെള്ളം പുറപ്പെടുന്നു. 2-ാമത്തെ പ്രാവശ്യം പറഞ്ഞു ഇനിയും ഞാൻ ഒരിക്കൽ ക്രൂശിക്കപ്പെട്ടാൽ മതി, 2ാമത് ക്രൂശിക്കപ്പെടേണ്ട ആവശ്യമില്ല, നീ ഇനി പാറയോട് കൽപ്പിച്ചാൽ മതി. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശീകരണത്തിൽ രക്ഷ പ്രാപിച്ച വിശ്വാസികൾ വീണ്ടും അവനെ ക്രൂശിക്കേണ്ട ആവശ്യമില്ല, ചെന്ന് അവനോട് ചോദിച്ചാൽ മതി, നിങ്ങളുടെ ആവശ്യങ്ങളെ കിട്ടും. മോശയ്ക്ക് ഒടുക്കം തെറ്റുപറ്റി, വേദശാസ്ത്രപരമായ തെറ്റുപറ്റി, വൈകാരികമായ തെറ്റുപറ്റി, ഒക്കെ പല തെറ്റുപറ്റി. പക്ഷെ ഇവരെല്ലാം, ഈ മനുഷ്യരെല്ലാവരും ഞാൻ പറയും തിരുവത്താഴത്തിൽ ആത്മീയപാനീയം കുടിച്ചവരും ആത്മീയഭോജ്യം കഴിച്ചവരുമായ ആളുകളാണ്, ജീവജലം കുടിച്ച ആളുകളാണ്. അപ്പൊ ഇതിൽ കൂടുതൽ ഇനി അവർക്ക് എന്താ വേണ്ടത്? എങ്കിലും എന്ന് പറഞ്ഞാൽ പിന്നെ പോകുന്ന അവർ ദൈവം പ്രസാദിച്ചില്ല. ഞാൻ പറയാം സഹോദരന്മാരെ, നിങ്ങൾ രക്ഷിക്കപ്പെട്ടവരാണ്, ദൈവ നടത്തിപ്പ് കണ്ടവരാണ്, ദൈവശക്തി കണ്ടവരാണ്, അപ്പം നുറുക്കുന്നവരാണ്, പാനപാത്രം കുടിക്കുന്നവരാണ്, ദൈവത്തിന്റെ മേഘത്തിന്റെ കീഴിലുള്ളവരാണ്, എല്ലാം ശരിയാണ്. അതുകൊണ്ടൊന്നും നിങ്ങൾ ദൈവത്തെ പ്രസാദിപ്പിച്ചെന്ന് വിചാരിക്കേണ്ട കേട്ടോ. അതൊന്നും ദൈവത്തെ പ്രസാദിപ്പിക്കാനുള്ള വഴികളല്ല, അതൊക്കെ നമ്മുടെ രക്ഷയ്ക്കുള്ള വഴി, അതൊക്കെ നമ്മുടെ രക്ഷയ്ക്കുള്ള വഴികളാണ്. മിസ്രൈമിൽ നിന്നും കനാലിലേക്കുള്ളതായിരിക്കുന്ന പ്രയാണത്തിൽ ചെയ്യേണ്ട ചില കാര്യങ്ങളാണ് അതൊക്കെ. ചെങ്കടൽ കിടക്കണം, മരുഭൂമിയിൽ കൂടെ പോകണം, മാറയിലെ അനുഭവം വരും, പാറയടിച്ച വെള്ളം കൂട്ടി, ഒരുപാട് അനുഭവങ്ങൾ നമുക്ക് വരും. അതൊന്നും ദൈവത്തെ പ്രസാദിപ്പിക്കുക അല്ല, മിനിമം എന്ന് പറയില്ലേ. എല്ലാവരും ചെയ്യേണ്ട കാര്യങ്ങൾ ദൈവത്തെ പ്രസാദിപ്പിക്കാനുള്ള കാര്യങ്ങളല്ല, അത് മിനിമം ഗ്യാരണ്ടി. സ്കൂളിൽ ചേരണം, ആപ്ലിക്കേഷൻ ഫില്ലപ്പ് ചെയ്യണം, ഫീസ് കൊടുക്കണം, പാഠപുസ്തകം വാങ്ങണം, പഠിക്കണം, പരീക്ഷ എഴുതണം. ഇത് ആരെ പ്രസാദിപ്പിക്കാൻ വേണ്ടിയാ? ഈ പരീക്ഷ എഴുതിയ പേപ്പറിൽ എന്താ എഴുതിയെന്നുള്ളത് ആ ടീച്ചർ പ്രസാദിക്കുന്നല്ലേ.
ടീച്ചർ നോക്കുമ്പോ എല്ലാം കറക്റ്റ് 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 100. ഓ വെരി ഗുഡ്. ആപ്ലിക്കേഷൻ നന്നായി ഫില്ലിപ്പ് ചെയ്തു, വെരി ഗുഡ്. പറയുമോ? സ്കൂളിൽ ചേർന്നു, വെരി ഗുഡ്. ഇല്ല എന്ന് പറഞ്ഞ പോലെയാണ്. ഇതെല്ലാം ദൈവത്തിന്റെ സ്കൂളിൽ ചേരാനുള്ളതായിരിക്കും നടപടിക്രമങ്ങളാണ്. ഇനി വെരി ഗുഡ് വരണമെങ്കിൽ അതിന് വേറെ കാര്യങ്ങൾ ചെയ്യണം. അവിടെ പറയുന്നത് എങ്കിലും എങ്കിലും എങ്കിലും. അതാണ് സങ്കടകരമായ ദൈവിക വിലയിരുത്തലും ഫലവും. അതാണ്. പിന്നെ ഇങ്ങനെയാണ് ആദ്യം പറയുന്നത്. പൊതുവായ കാര്യങ്ങൾ പറയാണ്, അവരെ പറ്റി പറയാവുന്ന നല്ല കാര്യങ്ങളാണ്, എല്ലാ വിശ്വാസികളെ പറ്റിയും പറയാവുന്ന കാര്യം. പക്ഷെ രണ്ടാമത് പറഞ്ഞു, 5ാമത്തെ വാക്കിലേക്ക് പറഞ്ഞപ്പോൾ പറഞ്ഞു, എന്ത് പറഞ്ഞു? എങ്കിലും അവരിൽ മിക്കവരിലും ദൈവം പ്രസാദിച്ച. സങ്കടകരമായ ഒരു കാര്യമല്ലേ? എങ്കിലും അവരിൽ മിക്കവരിലും ദൈവം പ്രസാദി. പൗലോസ് പറയുന്നത് നിങ്ങൾ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരാകണമെന്ന്. അതായി നിൽക്കുന്നവൻ വീഴാതിരിക്കണമെന്ന് പറഞ്ഞാൽ, നിൽക്കുന്നവൻ വീഴാതിരിക്കണമെങ്കിൽ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരായി നമുക്ക് വേണം. നമ്മൾ ദൈവം പ്രസാദിക്കണം. അതിനുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കേണ്ടത്. അതിനുള്ള കാര്യങ്ങളാണ് നോക്കേണ്ടത്. എന്നിട്ട് പറയണം 5ാം ഭാഗം, ദൈവം അവരെ മരുഭൂമിയിൽ തള്ളിക്കളഞ്ഞു. ദൈവം ചെങ്കടൽ കടത്തിയവനെയും, ദൈവം അപ്പം കൊടുത്തവനെയും, ദൈവം പാറയിൽ നിന്ന് വെള്ളം കുടിപ്പിച്ചവനെയും ദൈവം എന്ത് ചെയ്തു? മരുഭൂമിയിൽ തള്ളിക്കളഞ്ഞു. വിടപെടാതല്ലേ ശരീരങ്ങൾ അങ്ങ് വീണത്. ഷോക്ക് അടിച്ച്, സൺഷോക്ക് അടിച്ച്, സ്ട്രോക്ക് അടിച്ച് വീഴുന്ന പോലെയാണ് ആളുകൾ ഇങ്ങനെ ശവങ്ങൾ വീണുകൊണ്ടിരിക്കുകയാണ്. ആരും അടക്കാനൊന്നും പോയില്ല. മരുഭൂമിയിൽ അവിടെ കിടന്നു വന്യമൃഗങ്ങൾ നിന്നും എന്തൊക്കെ ചെയ്തു, 100 കണക്കിന് വീഴും. വിശ്വാസ സമൂഹത്തിനിടയിലും അങ്ങനെയാണ്. എന്തോ 1 ലക്ഷം ആളുകളെ രക്ഷിക്കപ്പെടുന്നത്. അവരിൽ എത്ര പേര് ദൈവം പ്രസാദിക്കുന്നു? ദൈവം അവരെ തള്ളിക്കളഞ്ഞു. ദൈവം പറഞ്ഞു എനിക്ക് പ്രയോജനമില്ല, എനിക്ക് പ്രസാദമില്ല, എനിക്ക് പ്രസാദമില്ല, എനിക്ക് പ്രസാദം. രക്ഷിക്കപ്പെട്ടു, അത് വേറൊരു കാര്യം. അത് സ്വർഗത്തിൽ പോകാൻ ടിക്കറ്റ് കിട്ടിയെന്നേ ഉള്ളൂ. സ്നാനപ്പെട്ടു, അത് എന്നോട് ചേരാൻ സ്നാനപ്പെട്ടെന്നല്ലേ ഉള്ളൂ. അതൊക്കെ അവന്റെ ഉത്തരവാദിത്വത്തിൽപ്പെട്ട മിനിമം കാര്യങ്ങളാണ്. അതുകൊണ്ടൊന്നും ദൈവം പ്രസാദിക്കില്ല. നമ്മൾ അതുകൊണ്ട് ദൈവം പ്രസാദിക്കുമെന്ന് പറഞ്ഞായിരിക്കുന്നത്. അതെ, അങ്ങനെ നമ്മൾക്ക് ധാരണ എന്ന് പറഞ്ഞതാ. എല്ലാവർക്കും കോമണായി ഉണ്ടായിരിക്കേണ്ട മിനിമം കാര്യങ്ങൾ നമുക്ക് ഉണ്ടായ ദൈവം നമ്മളെങ്ങ് പ്രസാദിക്കും? ദൈവം പ്രസാദിക്കുന്നില്ല. ദൈവം പ്രസാദിക്കുന്നില്ല. കാരണം എങ്കിലും അവരിൽ മിക്കവരിലും ദൈവം പ്രസാദിക്കില്ല. അവർ രക്ഷിക്കപ്പെടാഞ്ഞോണ്ടല്ല പ്രസാദിക്കാഞ്ഞത്, അവർ അപ്പം തിന്നാഞ്ഞോണ്ടല്ല പ്രസാദിക്കാഞ്ഞത്, അവർ ഞങ്ങളുടെ സ്ഥാനമായിട്ട് ഏൽക്കാഞ്ഞത് കൊണ്ടല്ല പ്രസാദിക്കാഞ്ഞത്, അവർ മോശയോട് ചേരാഞ്ഞത് കൊണ്ടല്ല പ്രസാദിക്കാഞ്ഞത്. പിന്നെ അതിന് ശേഷം അവരിൽ കാണേണ്ടതായിരിക്കുന്ന നന്മകൾ കണ്ടില്ല. അവിടെയാണ് അതിനുശേഷം. ഇപ്പോഴും അങ്ങനെയാ. സഭയിലെ വിശ്വാസികളെ നോക്കുമ്പോൾ രക്ഷിക്കപ്പെട്ടവരാ, സ്നാനപ്പെട്ടവരാ, തിരുത്താരത്തിന് വരുന്നവരാ, സഭായോഗത്തിന് വരുന്നവരാ. പക്ഷേ ദൈവത്തിന് പ്രസാദമൊന്നുമില്ല. എന്താന്ന് ചോദിച്ചാൽ അതിനപ്പുറത്തേക്ക് അവരിലൊന്നും ഇല്ല. ഞാൻ ഈ പല സഭകളിൽ പോകുമ്പോൾ അജയ് എൻ്റെ കൂടെ വരാറുണ്ട് ഇപ്പോഴേ. അപ്പോൾ ഓരോ സഭ മീറ്റിംഗ് പോയിട്ട് വരുമ്പോൾ അജയ് പറയും, കുറച്ച് പേരെ ഉണ്ടായിരുന്നുണ്ടെങ്കിലും ഭയങ്കര സന്തോഷമായിരുന്നു. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് സന്തോഷമായിരിക്കരുതോ? അല്ല, നിങ്ങൾക്ക് സന്തോഷമായിരിക്കരുതോ? കുറച്ച് പേരെ ഉണ്ടായിരുന്നു, എനിക്ക് എന്തോ ഒരു സന്തോഷമായിരുന്നു അവിടെ, എന്തോ ഒരു സന്തോഷമായിരുന്നു അവിടെ, എന്തോ ഒരു സന്തോഷമായിരുന്നു അവിടെ. ഇവർ ആളുടെ കൂട്ടത്തിലല്ലോ സന്തോഷം ഇരിക്കുന്നത്, ആത്മാവിന്റെ കൂട്ടായ്മയിലെ സന്തോഷം ഇരിക്കുന്നത്, ആളുടെ കൂട്ടത്തിലാണ് സന്തോഷം ഇരിക്കുന്നത്. അല്ല, അതാണ് അവരിൽ പ്രസാദിച്ചില്ല. പ്രസാദിക്കത്തക്കൊണ്ട് ഒന്നും അവരിലുണ്ടായിരുന്നില്ല. അപ്പോ ഈ സങ്കടകരമായിരിക്കുന്ന കമന്ററി ഒരു വല്ലാത്ത കമന്ററിയാണ്. അവരിൽ മിക്കവരിലും ദൈവം പ്രസാദിച്ചില്ല എന്നും ദൈവം അവരെ മരുഭൂമിയിൽ തള്ളിക്കളഞ്ഞു. ദൈവം ഒരാളെ പ്രസാദിച്ചില്ലെങ്കിൽ പിന്നെ നടക്കുന്നത് എന്താണെന്നറിയാമോ? റിജക്ഷൻ. അവനെ തള്ളിക്കളയുക എന്ന് പറഞ്ഞാൽ ഉടനെ അവൻ പടഞ്ഞു വീണ് ചാകുന്നൊന്നുമല്ല. തട്ടിമുട്ടിയൊക്കെ നിൽക്കും, പക്ഷേ അവനെ കൊണ്ട് വലിയ പ്രയോജനമൊന്നും ഇല്ല. അവരെ കൊണ്ട് പ്രയോജനമൊന്നും അല്ല. ചില വീടുകളിൽ മക്കളൊക്കെ ഉണ്ട്, പല മക്കൾ കാണും. ചില മക്കളെ പറ്റിയൊക്കെ ചോദിക്കും, അപ്പം അവനോ അവൻ മുടുക്കനോ നല്ല ചെറുക്കനോ. വേറെ പരിചയം അവനെ പറ്റി ഒന്ന് ചോദിക്കും, അങ്ങനെ ഒരുത്തിനുണ്ടായി ഞങ്ങളുടെ കുടുംബത്തിന് ചാവുക. എന്താ അങ്ങനെ പറയുന്നത്? ഈ മറ്റേ നല്ലവനെന്ന് പറഞ്ഞവർക്കുള്ളതൊക്കെ ഇവനും ഇല്ലയോ? പുത്രത്വമുണ്ട്, വീട്ടിലെ കുടുംബാംഗത്വമുണ്ട്, അവസരമുണ്ട്. പിന്നെന്താ അവനെ പറ്റി പറയാഞ്ഞത്?
ഈ മിനിമം കൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ഒക്കില്ല കേട്ടോ. മിനിമം കൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ഒക്കില്ല. ദൈവം മിനിമം ദാനമായ, മിനിമം എന്ന് പറയുന്നത് എപ്പോഴും ദാനമാണ്. അതിന് മുകളിലേക്ക് പോകണം, ഉയരത്തിലേക്ക് പോകണം. ദൈവം അവരെ തള്ളിക്കളഞ്ഞു എന്നുള്ളതാണ്. ഇന്നും അങ്ങനെയാണ് ഒരുപാട് ദൈവമക്കളെ ദൈവം തള്ളിക്കളയുന്നത്. നരകത്തിൽ പോകുന്നൊന്നുമല്ല പറയുന്നത്. മോശം മരുഭൂമിയിലല്ലേ മരിച്ചത്, കനാന്യ പ്രവേശിച്ചില്ലല്ലോ. പക്ഷെ മരുഭൂമിയിൽ കർത്താവിൻ്റെ അടുക്ക് വന്നവരിൽ ആരുണ്ടായിരുന്നു? മോശ നരകത്തിൽ നിന്നൊന്നും എഴുന്നേറ്റ് വന്നത്. ഈ ലോകത്തിൽ നമ്മുടെ ശുശ്രൂഷയെല്ലാം വിജയിച്ചില്ലെന്ന് വെച്ചിട്ട് നരകത്തിൽ പോകുന്ന അർത്ഥവുമില്ല. അങ്ങനൊന്നും അതിനർത്ഥമില്ല. പക്ഷെ ഈ ലോകത്തിൽ വെച്ച് നമ്മിൽ കൂടെ നേടേണ്ടതായിരിക്കുന്ന സാധ്യതകൾ നടന്നില്ല. കനാൻ നാട്ടിൽ ഇസ്രായേൽ മക്കളെ കൊണ്ടുവന്ന് കീഴടക്കി ദേശം അവർക്ക് വിഭാഗിച്ചു കൊടുത്ത് അവസാനം ചെയ്യേണ്ടതാണ്. ആ കനാലിൽ ഒരു കല്ലറ ഉയരേണ്ടതായിരുന്നു, മോശയുടെ കല്ലറ എന്ന് പറഞ്ഞൊരു കല്ലറ. പക്ഷെ അത് ഉയർന്നില്ല. അവന്റെ സാധ്യത പൂർത്തീകരിക്കപ്പെട്ടില്ല. അതുകൊണ്ട് മോശ കൊള്ളരുതാത്തവനായെന്ന നഷ്ടം, അങ്ങനെയൊന്നും അർത്ഥമില്ല. എന്നൊന്നും അർത്ഥം. ഇന്നും അങ്ങനെ ഒരുപാട് ദൈവദാസന്മാരുടെ കർത്താവിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തവരൊക്കെയാണ്. പക്ഷേ അവരെ കൊണ്ട് ദൈവം ആത്യന്തികമായി ഉദ്ദേശിച്ച കാര്യം നടന്നില്ല. അതിന് കാരണം അവർ തന്നെയാണ്. നിൽക്കുന്നു എന്ന് അവർ വിചാരിച്ചെങ്കിലും വീണു പോകാതിരിക്കാൻ അവര് ശ്രദ്ധിച്ചില്ല. അവർ വീണുപോയി. വീണുപോയ പിന്നെ ഒരു രക്ഷയുമില്ല. പ്രായമുള്ളവർ വീണ നടുകൂടിയെന്ന് കേട്ടിട്ടില്ലേ എന്ന് പറഞ്ഞ പോലെ ശക്തന്മാരായ ദൈവദാസന്മാർ വീണാൽ അവരുടെ നടുകൂടിയും ആത്മാവ് കൂടിയും എല്ലാം കൂടിയും. പിന്നെ അവരെ കൊണ്ട് ദൈവത്തിന് ഒരു പ്രയോജനവും ഇല്ല. അതുകൊണ്ട് വീഴാതിരിക്കാൻ സൂക്ഷിച്ചോന്നാ പറയാം. എൻ്റെ ഒരു ഭയം എന്ന് പറയും, 83 വർഷമായി 8ാമത്തെ വയസ്സിൽ രക്ഷിക്കപ്പെട്ടതാണ്. അപ്പൊ പിന്നെ 75 വർഷമായ വിശ്വാസിയായിട്ട് ഇനിയും ഒന്ന് വീണുപോയാൽ എൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇത് ഭയങ്കരമായി. ആളുകൾ പറയടാ അബ്രഹാം തോമസും വീണു എന്ന് പറയും. ആ വീഴ്ച ഭയങ്കര വീഴ്ചയാവും. അപ്പൊ ഏത് കാലത്ത് ഞാൻ സൂക്ഷിച്ചതിനേക്കാളും ഇപ്പൊ സൂക്ഷിച്ചു വേണം നിൽക്കാൻ. കാരണം എന്താ? വീഴാനുള്ള സാധ്യത കൂടുതലും, വീഴാനുള്ള ആപത്ത് വളരെയേറെ വലുതുമാണ്. പേരെടുത്ത് പറഞ്ഞ ഒരുപാട് ആളുകളുടെ പേരൊക്കെ നിങ്ങൾക്ക് അറിയാം. ഞാൻ പറഞ്ഞ ഓരോ വലിയ മിനിസ്ട്രി, ഇന്നാളുടെ പേര് പറഞ്ഞുള്ള മിനിസ്ട്രി ഒക്കെ എന്ത് വെച്ചു, അവിടെയൊക്കെ ആ ശുശ്രൂഷയുടെ ഉയരത്തിൽ, പീക്കിൽ, കൊടുമുടിയിൽ നിന്നും അവരെന്ത് ചെയ്തു? വീണുപോയി. ഇവിടെ വെച്ച് വീണാൽ വലിയ കേട് വരികയില്ല. മേളിൽ നിന്ന് വീണാൽ, 1ാം നിലയിൽ നിന്ന് വീണാൽ ഒരു പക്ഷേ കാല് ഒടിഞ്ഞേക്കും. പക്ഷെ 100ാം നിലയിൽ നിന്ന് വീണാൽ പൊടി പോലും കാണും. അപ്പൊ ഓരോ നില കൂടുതൽ കയറുന്നവർക്ക് എന്ത് സൂക്ഷിക്കണം? മുറുക്കെ പിടിച്ചോണം, റെയിലിങ്ങെ മുറുക്കെ പിടിച്ചോണം. എന്ത് പറയണം? ഞാൻ ഇവിടുന്ന് വീണ് കഴിഞ്ഞാൽ എൻ്റെ കഥ കഴിയും, പിന്നെ എന്നെ ഒന്നിനും കൊള്ളില്ല. അതുകൊണ്ട് ഞാൻ വളരെ സൂക്ഷിച്ചേ കയറും. പണ്ട് വല്യപ്പൻ പറഞ്ഞ പോലെ പറയണം. വല്യപ്പന് സൈക്കിളിൽ ബെല്ലുമില്ല, ബ്രേക്കുമില്ല, ഇറങ്ങി പോവാ. പോയി ചെന്നൊരു മരത്തെ ഇടിച്ച് തെറിച്ചു പോയി, ബലന്നടിച്ചിട്ട് കിടക്കുന്നു. ആളുകളെല്ലാം കൂടെ ഓടിക്കുന്നപ്പോൾ ജീവനുമില്ല, ഒന്നുമില്ല. എല്ലാവരും പൊക്കിയെടുത്ത് ആശുപത്രി കൊണ്ടുപോയി. ഏതായാലും അവിടെ ചെന്ന് ഡോക്ടറെ വിളിച്ച് വെള്ളമൊക്കെ നോക്കി കളിച്ച് കഴിഞ്ഞപ്പോൾ ജീവനൊക്കെ ഉണ്ട്. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ട്രിപ്പ് ഒക്കെ കൊടുത്തു കഴിഞ്ഞപ്പോൾ എക്സ്റേ ഒക്കെ എടുത്ത് നോക്കിയിട്ട് വലിയ ഡോക്ടർ പറഞ്ഞു, വല്യപ്പൻ ഏതായാലും ഭാഗ്യമുള്ള ആളാന്ന് പറഞ്ഞു. ഒടിയൊന്നുമില്ലെന്ന് പറഞ്ഞു. ഉടനെ വല്യപ്പൻ പറഞ്ഞു, എൻ്റെ കുഞ്ഞാ ഞാൻ വളരെ സൂക്ഷിച്ച വീണെന്ന്. ഞാൻ വളരെ സൂക്ഷിച്ച വീണെന്ന് പറഞ്ഞു. അങ്ങനെ വളരെ സൂക്ഷിച്ച് വീഴുന്ന ആളുകളുണ്ട്. നിനക്കങ്ങനെ വീഴാൻ സാധിക്കുകയില്ല. ദൈവകൃപ കൊണ്ട് നീ രക്ഷപ്പെട്ടെന്നേ ഉള്ളൂ. സൂക്ഷിച്ച് വീഴുക എന്ന് പറയുന്നത്, വീഴുകയാണെങ്കിൽ സൂക്ഷിക്കാത്തതുകൊണ്ട് വീഴുന്നത്. സൂക്ഷിച്ച് വീഴുക എന്ന് പറയുന്നത് അതിൽ തന്നെ അസംബന്ധമാണ്. നീ സൂക്ഷിക്കാത്തതുകൊണ്ടാണ് വീഴുന്നത്. പിന്നെ എങ്ങനെ സൂക്ഷിച്ച് വീഴുന്നത്? അപ്പൊ പൗലോസ് പറയുന്നതും അത് തന്നെയാണ്. നിൽക്കുന്നു എന്ന് വിചാരിക്കുന്നവൻ വീഴാതിരിക്കാൻ സൂക്ഷിക്കരുത്. ഇവര് സൂക്ഷിച്ചില്ല. അതുകൊണ്ട് ദൈവം അവരിൽ മിക്കവരിലും പ്രസാദിച്ചില്ല. ഏറ്റവും സങ്കടകരമായ ദൈവത്തിന്റെ വിലയിരുത്തലാണ്. മൂന്നാമത് ഞാൻ ഇവിടുന്ന് പറയാൻ ആഗ്രഹിക്കുന്നത്, നമുക്കും എന്താണ് സംഭവിക്കാവുന്നത് എന്ന്. അവർക്ക് സംഭവിച്ചത് എന്താണെന്ന് പറഞ്ഞു, എന്തുകൊണ്ടാണെന്ന് പറഞ്ഞു. നമുക്ക് സംഭവിക്കാവുന്നത് എന്താ? 5ാമത്തെ വാക്യം, അവരിൽ ദൈവം പ്രസാദിച്ചില്ല, അവരെ ദൈവം തള്ളിയിട്ട് കളഞ്ഞു എന്ന് നിങ്ങൾ അറിയാതിരിക്കരുത്.
ചരിത്രത്തിൽ എന്താണ് സംഭവിച്ചത് എന്ന് നാം അറിയാതെ ഇരിക്കുന്നത് നമ്മുടെ വീഴ്ചയ്ക്കും നമ്മുടെ താഴ്ചയ്ക്കും കാരണമായിട്ട് തീരും. ചില ആൾ പഴയ നിയമം വായിക്കില്ല, പുതിയ വായിക്കുന്നത്. അതും യേശുവിന് കൊടുത്തില്ലേ? റോമാലേഖനം 15 അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? മുന്നെഴുതിയിരിക്കുന്നതൊക്കെയും നമ്മുടെ ഉപദേശത്തിനായിട്ട്. പിന്നെ അപ്പൊ എന്തിനായി ഇത് എഴുതിയിരിക്കുന്നത്? തിരുവെഴുത്തുകളാൽ ഒരു മനുഷ്യർക്ക് ലഭിക്കാവുന്നതായിരിക്കുന്ന പ്രത്യാശയും ആത്മീയ ഉണർവും അവൻ ലഭിക്കണം. അതിനുവേണ്ടി എഴുതിയിരിക്കും. അപ്പൊ വളരെ സൂക്ഷിച്ചു വായിക്കണം പഴയ നിയമം. അബ്രഹാമിന് എവിടെയാ കേട് പറ്റിയത്? ലോത്തിന് എന്തുകൊണ്ടാ കേട് പറ്റിയത്? യാക്കോബ് എന്തുകൊണ്ടാ പരാജയപ്പെട്ടത്? അല്ലെ ഇസ്മായിൽ എന്തുകൊണ്ടാ പരാജയപ്പെട്ടത്? ആഖാൻ എന്തുകൊണ്ടാ പരാജയപ്പെട്ടത്? അങ്ങനെ ഒരുപാട് പേര് പരാജയം പറഞ്ഞിട്ടുണ്ടല്ലോ. നമുക്ക് വേണ്ടി എഴുതിയിരിക്കുന്നത്. അതിരപ്പുഴ അതിരച്ചാല് വെള്ളച്ചാട്ടത്തിനവിടെ ചെന്ന് കഴിഞ്ഞാൽ എഴുതിയിട്ടുണ്ട്, ഇത്ര പേരായി, അടുത്ത് നിങ്ങളാകാതിരിക്കുക, 144-ാമത്തെ ആള് നിങ്ങളാകാതിരിക്കാൻ സൂക്ഷിക്കുക. എന്തിനെഴുതി വെച്ചിരിക്കുന്നത്? 144-ാമത്തെ ആള് നിങ്ങളാകാൻ വേണ്ടിയാണോ നിങ്ങളാകാതിരിക്കാൻ വേണ്ടിയാണ്? ഓരോ കുഴിയിലും എഴുതിയിട്ടുണ്ട്. മോശ വീണ കുഴി, അഹരോൻ വീണ കുഴി, ഏലിയ വീണ കുഴി, ഏലിശ വീണ കുഴി. ഇങ്ങനെ കുഴികൾ പഴയ നിയമത്തിൽ പലതുണ്ട്, എല്ലാം മാർക്ക് ചെയ്തിട്ടുണ്ട്. എന്തിനായി പറയുന്നത്? ഏലിയ വീണ കുഴി തന്നെ ചാടിയേക്കാൻ വേണ്ടിയാണോ? നീ അവിടെ ചെല്ലുമ്പം ഇത് ഏലിയ വീണ കുഴിയാ, മാറിപ്പോകാം. അത് ലോത്ത് വീണ കുഴിയാ, മാറിപ്പോകാം. അത് ആഖാൻ വീണ കുഴിയാ, മാറിപ്പോകാം. അങ്ങനെ ഒരുപാട് കുഴികളുണ്ട്. നമ്മൾ ഈ കുഴികളൊന്നും കാണാതെ കണ്ണു അടച്ചിട്ട് നേരെ അങ്ങ് പോവുക, എന്നിട്ടും വീഴുക. അപ്പൊ അവനവിടെ വീണു, അടുത്ത ഡോം അവനവിടെ വീണു. അവസാനം ഓട്ടക്കളം കഴിയുമ്പോൾ ഒരാളോ രണ്ടുപേരോ കാണും, അതും കാല് ഒടിഞ്ഞായിരിക്കും മിക്കവാറും. അവിടെ എന്ന് നിനക്ക് ഇങ്ങനെ പറ്റിയത്? ഇതേ കുഴികൾ ശ്രദ്ധിച്ചില്ല ഞങ്ങൾ. ഇത് ദൃഷ്ടാന്തത്തിന് എഴുതിയിരിക്കുക. നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരായിട്ട് വിജയിക്കാൻ വേണ്ടി എഴുതിയിരിക്കുക. മുന്നെഴുതിയിരിക്കുന്നത് നമ്മുടെ ബുദ്ധിപദേശത്തിന് വേണ്ടിയാണ് പഴയ നിയമം മുഴുവനും. അപ്പൊ ഇസ്രായേൽ ഇത്രയും പേര് നശിച്ചുപോയി എന്ന് പറയുന്നത് നശിച്ചുപോയി എന്ന് പറയാൻ വേണ്ടിയല്ല, പിന്നെ നമ്മളെ പറ്റി അങ്ങനെ പറയാതിരിക്കാൻ വേണ്ടിയാണ്. അപ്പൊ ആ ചരിത്രം നമ്മൾ നോക്കാതെ ജീവിച്ചു കഴിഞ്ഞാൽ അത് തന്നെ നമ്മളെ പറ്റി. ചില സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ ചില ആളുകളെ ഓർക്കാറുണ്ട്. അപ്പൊ പറയും, ബ്രദറെ, കഴിഞ്ഞ പ്രാവശ്യം ഞാനോട് വന്നപ്പോ ഒരു നല്ല ഉന്മേഷമുള്ള ആത്മീയ താല്പര്യമുള്ള ഒരു ചെറുപ്പക്കാരൻ ഇവിടെ ഉണ്ടായിരുന്നു. അവനെവിടെ? അവന്റെ കാര്യമൊന്നും പറയണ്ട, അവനൊരു ഹിന്ദുവിനെ കല്യാണം കഴിച്ചപ്പോ നീ ദൈവമില്ലെന്നും പറഞ്ഞ അമ്പലത്തിലൊക്കെ പോയി മണിയടിച്ച് നടക്കും. എന്ത് പറ്റി? മുന്നറിയിപ്പുകളെ സൂക്ഷിച്ചില്ല. പിന്നെ വേറെ അവന് നല്ല ചെറുപ്പക്കാരനായിരുന്നു, പ്രബോധനമൊക്കെ പറഞ്ഞു, നല്ല അവനെന്ത് ചെയ്യേ? അവനിപ്പോ അവിടെ അറബിക്ക് റിയാദ് എണ്ണിക്കൊണ്ടിരിക്കും. എന്തോ അവിടെ സാധനത്തിന്റെ പേര്, അത് എണ്ണിക്ക് അതുകൊണ്ടിരിക്കും. അത് തെറ്റാന്ന് ഉപയോഗിച്ചു. അല്ല, അവനെ കൊണ്ട് ഒരു പ്രയോജനം ആർക്കില്ല. കർത്താവിനുണ്ടായിരുന്ന പ്രയോജനവും ഇല്ല, സഭയ്ക്കുള്ള പ്രയോജനവും ഇല്ല. അവനെ കൊണ്ട് ഇപ്പൊ ആർക്കേ ഉള്ളു പ്രയോജനം? ഒരു അറബിക്ക് പ്രയോജനം. ഇവിടെ വളരെയധികം പ്രയോജനപ്പെട്ട് ജീവിച്ച ഒരു ചെറുപ്പക്കാരനെ ഞാൻ ഓർക്കുകയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഇങ്ങനെ അവന്മാർ കൂടി അദ്ദേഹത്തെ കുറിച്ച് പരാമർശിക്കുകയാണ്. വളരെ പ്രയോജനപ്പെട്ട് ജീവിച്ചത്. അദ്ദേഹം ജോലി തേടി വേറൊരു പോയി, ഭാര്യയ്ക്ക് ഒരു ചെറിയ ജോലിയൊക്കെ ആയിട്ട് ജീവിക്കുകയാണ്. അദ്ദേഹത്തിന് ജോലിയില്ല, ഒന്നുമില്ല, വെറുതെ 2 കൊല്ലമായിട്ട് വീട്ടിൽ ഇരിക്കുക. കർത്താവിനും പ്രയോജനമില്ല, സഭയ്ക്കും പ്രയോജനമില്ല, അവിടെ ആരാധനയും ഇല്ല, ഒന്നുമില്ല. അന്ന് പോയപ്പോൾ ഞങ്ങളെല്ലാം കാല് പിടിച്ച് പറഞ്ഞു, നിനക്ക് എൻ്റെ ആവശ്യമില്ല, നിനക്ക് എൻ്റെ ആവശ്യമുള്ള ആളല്ല, നിന്റെ ഭാര്യയ്ക്ക് ഇവിടെ ജോലി കിട്ടും, നിനക്ക് ഇവിടെ ജോലി കിട്ടും, ജീവിക്കാനുള്ളതായ സ്വത്തുക്കൾ ദൈവം നിങ്ങൾക്ക് തന്നിട്ടുണ്ട്, നിങ്ങൾക്ക് പോകേണ്ട ആവശ്യമില്ല. അല്ലേ പിള്ളേരുടെ ഭാവി? ഇപ്പം പിള്ളേരുടെയും ഭാവി പോയി, ആരുടെയും ഭാവി പോയി. അപ്പൊ ഈ ദൃഷ്ടാന്തങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. ലോകത്ത് എന്തിനു വേണ്ടിയാ പോയത്? കുഞ്ഞുങ്ങൾക്കൊരു ഭാവി ഉണ്ടാക്കാൻ വേണ്ടിയല്ലേ പോയത്? അല്ലേ? കുഞ്ഞുങ്ങൾക്കൊരു ഭാവി ഉണ്ടാക്കാൻ വേണ്ടിയാ ലോകത്ത് പോയത്. ലോകത്തും ഭാര്യയും പറഞ്ഞു, നമ്മൾ 2 പെൺപിള്ളേരുണ്ട്, അവർ വളർന്നു വരുന്ന പ്രായമാണ്, ഇപ്പൊ അവർക്ക് നല്ല ആഹാരം കൊടുക്കണം, അവർക്കൊക്കെ നല്ല ബന്ധങ്ങൾ കൊടുക്കണം. നമ്മളിങ്ങനെ ഇവിടെ ജീവിച്ചാൽ പോരാ. ഇവിടെ അബ്രഹാമിനെ ദൈവം അനുഗ്രഹിച്ചെന്ന് പറഞ്ഞ് നമ്മൾ നടന്നിട്ട് കാര്യമുണ്ടോ? നമുക്ക് പോണം. നവോമിയും എലിമലേക്കും 2 പേരുണ്ടായിരുന്നു.
ബേത്ലഹേമിൽ അപ്പത്തിന്റെ വീട്ടിൽ ചെന്നപ്പോൾ ക്ഷാമം ഉണ്ടായി. മറ്റെല്ലാവരും ലക്ഷക്കണക്കിന് ആളുകൾ അവിടെ നിന്നു. നവോമി പറഞ്ഞു, ഒരുവരൊക്കെ പറയുന്നേക്ക് നമ്മുടെ പിള്ളേർ രണ്ടുപേരുണ്ട്, കില്ലിയോനും മകളോനും. അവരും 14 വയസ്സായി. ഇപ്പൊ നല്ല വല്ലതും കഴിച്ച് വളരെ പ്രോട്ടീനൊക്കെ കഴിച്ച് നന്നായിട്ട് വളരുന്ന കാലമായി. ഇപ്പൊ ഈ പിള്ളേർക്ക് ബ്രെഡില്ലാതെ അപ്പമില്ലാതെ വന്നു കഴിഞ്ഞാൽ അവർ ഉണങ്ങിപ്പോവും. നമുക്ക് പോവാമെന്ന് പറഞ്ഞു. ഓരോ ആകട്ടെ എല്ലാം പറ്റി പറഞ്ഞു പോവാം. അവിടെ ചെന്ന് വസ്തുവൊക്കെ വാങ്ങിച്ചു ഇഷ്ടം പോലെ പിള്ളേരൊക്കെ തട്ടിച്ചു കൊടുത്തു. എലിമലേക്ക് അങ്ങ് മരിച്ചു. തട്ടിച്ചു കൊടുത്തു തിന്ന് ഹാർട്ട് അറ്റാക്ക് വന്ന അയാൾ അങ്ങ് മരിച്ചു. അത് 2 പിള്ളേർക്ക് കല്യാണമൊക്കെ ആയി, നല്ല ബന്ധങ്ങളൊക്കെ, നല്ല കുടുംബങ്ങളിൽ നിന്ന് നല്ല ബന്ധം, നല്ല പെൺപിള്ളേരൊക്കെ അല്ലേ. നമുക്കറിയത്തില്ല, റൂത്ത് എന്നൊക്കെ പറയാൻ നല്ല പെൺപിള്ളേരാണ്. ഓർഫ എന്ന് പറഞ്ഞാൽ അതിനൊക്കെ വെച്ചമായിരിക്കും വിചാരിക്കും. അങ്ങനെയൊക്കെ ആയി കഴിഞ്ഞാൽ ആ പിള്ളേർ രണ്ടും എന്ത് ചെയ്തു? തിന്നു കൊഴുത്ത് സ്ട്രോക്ക് വന്നു, ഹാർട്ട് അറ്റാക്ക് വന്നു, ഒക്കെ അതും അങ്ങ് മരിച്ചു. എല്ലാം മരിച്ചു കഴിഞ്ഞു. 3 വിധവമാരൊരു വീട്ടില്. അപ്പോഴാണ് നവോമി കേട്ടൊരു ന്യൂസ്. ദൈവം ഇസ്രായേലിനെ സന്ദർശിച്ചു ബേത്ലഹേമിൽ. ഇപ്പൊ കൊയ്ത്തിന്റെ കാലമാണ്, എല്ലാവരും സന്തോഷമാണ്. തിരിച്ചു പോകുന്നു. അവിടെ ചെന്നപ്പോ എല്ലാരും അയ്യോ ഇത് നവോമി എന്ന് ചോദിച്ചു. നവോമിയാണ്, പാറയാണ്, കയ്പാണ്, സർവശക്തനോട് ദോഷം ചെയ്തെന്ന് പറഞ്ഞു, കയ്പായി പെരുമാറി. എന്റെ ഭർത്താവിനെ എടുത്ത് 2 ആൺപിള്ളേരെ എടുത്തെന്ന് പറഞ്ഞു. ദൈവം എന്നോട് അങ്ങനെ പെരുമാറി. ഏതായാലും ആ കൂട്ടത്തില് രൂത്ത് എന്ന് പറഞ്ഞ ഒരു പെണ്ണുണ്ടായിരുന്നു, ദൈവത്തെ അറിഞ്ഞ ഒരു പെൺകുട്ടി. അവളുടെ വിശ്വാസത്തെ ദൈവം മാനിച്ചത് കൊണ്ട് ആ കുടുംബം രക്ഷപ്പെട്ടു. ദൈവത്തെ മാനിച്ചവരെ ദൈവം മാനിക്കുന്നത്. ഞാൻ പറഞ്ഞാൽ പല ആളുകളോട് പിള്ളേരെ രക്ഷിക്കാനും കുടുംബത്തെ രക്ഷിക്കാനും വേണ്ടി ചില തീരുമാനങ്ങൾ എടുക്കും. അവസാനം എന്ത് ചെയ്യും? തീരുമാനത്തിന്റെ അന്ത്യത്തിൽ പിള്ളേരുമില്ല, കുടുംബവും ഇല്ല. എവിടെ? നിങ്ങൾ പിള്ളേർക്ക് വേണ്ടിയല്ലേ പോയി, എന്നിട്ട് പിള്ളേരെന്ത് ചെയ്യേ? നിങ്ങൾ പെമ്മക്കൊക്കെ വേണ്ടിയല്ലേ പോയി, എന്നിട്ട് അവരിപ്പോ എന്ത് ചെയ്യേ? ഇസ്രായേൽ മക്കളിൽ അനേകരിലും ദൈവം സാധിച്ചില്ല. എന്നിട്ട് ചരിത്രം വഴി നമുക്ക് തന്നിരിക്കുകയാണ്. എന്തിനാണ്? നാം അവരെ പോലെ നശിച്ചു പോകാതിരിക്കാനായി. അപ്പൊ അവർക്ക് എന്താ സംഭവിച്ചത്? നമുക്ക് സംഭവിക്കാവുന്നത് എന്താ പറയണം? അവർ മോഹിച്ചതുപോലെ നാമും, 6ാമത്തെ വാക്യം, അവർ മോഹിച്ചതുപോലെ നാമും ദുർമോഹികളാകരുത്. മനുഷ്യര് നശിക്കുന്ന മാർഗങ്ങളിൽ ഒന്ന് ദുർമോഹമാണ്. മോഹവും ദുർമോഹവും ഒന്നും വലിയ വ്യത്യാസമൊന്നുമില്ല കേട്ടോ. മോഹവും ദുർമോഹവും ഒന്നും വലിയ വ്യത്യാസമില്ല. രണ്ടും ലസ്റ്റാണ്. ഉണ്മാനും ഉടുപ്പാനും ഉണ്ടെങ്കിൽ വയ്യെന്ന് വെക്കുക. ദൈവം തമ്പുരാൻ ഇവിടെ തന്നിരിക്കുന്നത് കഷ്ടിച്ചൊക്കെ ജീവിച്ചു പോകാനൊക്കെ ദൈവം ഇവിടെ തന്നിട്ട് അതൊക്കെ മതി മക്കളെ, ദൈവം ബാക്കി നോക്കിക്കോളും. അയ്യോ അങ്ങനെ പറയരുത്, അങ്ങനെ പറയരുത്. അയൽവക്കത്തെ രാജു കണ്ടില്ലേ 3 നില കെട്ടിടം വെച്ചത്? നമ്മളിപ്പോഴും ഓലമഞ്ഞ വീട്ടിൽ കിടക്കുകയില്ലയോ? അങ്ങനെ പറയരുത് അപ്പച്ച. അപ്പച്ചന്റെ തെറ്റായ കാഴ്ചപ്പാടാണ്. അങ്ങനെ പറയാ എന്നാ വേണ്ട. വീട് പണിയുന്ന പാവമല്ല, കാറ് വാങ്ങുന്ന പാവമല്ല, മക്കളെ ഡോക്ടർമാരാക്കുന്ന പാവമല്ല, എഞ്ചിനീയർമാരാക്കുന്ന പാവമല്ല. പക്ഷെ ഇതെല്ലാം പാവമായി വരാം. എവിടെയാ ഈ പാവവും അല്ലാത്ത മാർജിൻ എന്ന് പറയുന്നത്? വളരെ ചെറിയ പഴയ കാലത്തെ 7 o'clock ബ്ലേഡ് ഇല്ലേ, ആ ബ്ലേഡ് കൊണ്ട് ഇങ്ങനെ ചെറിയ ഒന്ന് കീറിയാൽ ഉണ്ടാകുന്ന മുറിവ് നമ്മൾ നോക്കിയാലൊന്നും കാണുന്നു. അതുപോലെ ഒരു ചെറിയ ലൈനാണ് അത്. പക്ഷേ അവിടെ ഒരു ഇൻഫെക്ഷൻ ഉണ്ടായിട്ട് എന്ത് ചെയ്യുമെന്നറിയാമോ? ചെല്ലു പറയില്ലേ, ഒന്നുമില്ല, അത് ചെറിയൊരു പോറലേ ഉള്ളായിരുന്നു. ഏതാ? പൂച്ച മാന്തിയതാ, പട്ടി മാന്തിയതാ. 1 മാസം കഴിഞ്ഞപ്പോൾ ചെറുക്കന് പേളകി പേവാടിലെ സെല്ലിലിട്ട് കൂട്ടിയിരിക്കുക. അയ്യോ ചെറിയൊരു പോറൽ നീ അവഗണിക്കാൻ പാടില്ല. ആ പോറൽ അവഗണിക്കാൻ പാടില്ല. അപ്പൊ അതിനുവേണ്ടിയാ ഇതെഴുതിയിരിക്കുന്നത്. അവർ മോഹികളായി, നമ്മളും ദുർമോഹികളാകരുത്. ദൈവം തന്നത് കൊണ്ട് തൃപ്തിപ്പെടുവാൻ നാം പഠിക്കണം. ദൈവം തന്നത് കൊണ്ട് തൃപ്തിപ്പെടുവാൻ നാം പഠിക്കണം. കൂടുതലുണ്ടാക്കുവാൻ അവസരം ദൈവം തരുന്നെങ്കിൽ ദൈവം തന്ന അവസരമായിട്ട് അതിനെ ഉപയോഗിച്ചോ. ദൈവത്തിന് വേണ്ടി ഒന്നും നിങ്ങൾ നോ പറയേണ്ട ആവശ്യമൊന്നുമില്ല. ദൈവം എല്ലാ ദൈവമക്കളും അങ്ങനെ പുല്ല് വരഞ്ഞ പെരെ താമസിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണോ? ദൈവം അങ്ങനെ ആഗ്രഹിക്കുന്നവനൊന്നുമല്ല. നിങ്ങള് യോഹന്നാൻ പറഞ്ഞു, എന്റെ പ്രിയനെ, നീ സകലത്തിലും നിന്റെ ആത്മാവ് സുഖമായിരിക്കുന്ന പോലെ നീ സകലത്തിലും സുഖവും ശുഭവുമായിരിക്കട്ടെ. അതാണ് ദൈവത്തിന്റെ ആഗ്രഹം. നീ സകലത്തിലും സുഖവും ശുഭവുമായിരിക്കണം. പക്ഷെ സകലത്തിലും സുഖവും ശുഭവും ആകാൻ വേണ്ടി നിന്റെ ആത്മാവിന്റെ സുഖതയെ കളഞ്ഞ് നീ പോയിട്ട് വരുമ്പോൾ നിനക്ക് സകലത്തിന്റെ സുഖവും, പിന്നെ ഏത് മാത്രം സുഖമല്ല?
ആത്മാവിൽ മാത്രം സുഖമല്ല. കാര്യമില്ല. ചില സമയങ്ങളൊക്കെ വലിയ പ്രയാസമാണ്. ഞാൻ കഴിഞ്ഞ ആഴ്ചയും പറഞ്ഞാണെന്ന് എനിക്ക് തോന്നുന്നു, എനിക്കറിയില്ല എവിടെയൊക്കെ പറഞ്ഞു. എൻ്റെ അപ്പച്ചനോട് പറഞ്ഞു, ഞാൻ പാലായിലേക്ക് പോകാൻ നേരം എൻ്റെ അപ്പച്ചനെ വിളിച്ച് പറഞ്ഞു, മോനെ എനിക്ക് എന്നോടൊരു കാര്യം പറയാം. നീ മൂന്ന് പെൺമക്കളും 2 പിള്ളേരുമായിട്ട് പാലായിലേക്ക് പോകും. പാല ഒരു മോശമായ ദേശമാണ് മോനെ എന്ന് പറഞ്ഞു. വളരെ മോശമാണ്. എന്നിട്ട് പറഞ്ഞു, ഭയങ്കര ഭക്തനായ ഒരു ദേവദാസൻ ഉണ്ടായിരുന്നു. ഭക്തനായ ദേവദാസൻ, അയാളെ എല്ലാവർക്കും ബഹുമാനമായിരുന്നു. നല്ലൊരു തഹസിൽദാരായിരുന്നു. അയാൾക്ക് പാലായിലേക്ക് ട്രാൻസ്ഫർ കിട്ടി. 2 സുന്ദരികളായ പെൺകുട്ടികളും ഭാര്യ. എല്ലാവരും പറഞ്ഞു, ചായ കുടുംബത്തെ ഇവിടെ നിർത്തിയേച്ചു, പാലക്കാർ മോശമാണ്, അത് സ്വതവുമാണ്, അങ്ങോട്ട് പോകണ്ടെന്ന് പറഞ്ഞു. ഞങ്ങൾ ദൈവമക്കളാണ്, ഞങ്ങൾ വീട്ടിൽ പാട്ട് പ്രാർത്ഥനയൊക്കെ ഉണ്ട്, ഞങ്ങൾ ദൈവമക്കളെ യോഗ്യമായ നിലയിലാണ് വളർത്തുന്നത്. ഞാൻ പോയി വരാൻ പറഞ്ഞു. അവിടെ ചെന്ന് 2 മാസം കഴിഞ്ഞപ്പോ പിള്ളേരെ കോളേജിലൊക്കെ ചേർത്തു. സന്തോഷമായിട്ട് പോയില്ല. അയാൾ തഹസിൽദാരെന്ന് പറഞ്ഞാൽ വീട്ടിൽ പോലീസുകാരനുണ്ട്, എസ്കോർട്ടുണ്ട്, എല്ലാം ഉണ്ട്. ജീപ്പുണ്ട്, കേരള ഗവൺമെന്റ് ജീപ്പുണ്ട്, എല്ലാം കൊണ്ട് പോകാനും വരാനും എല്ലാം ഉണ്ട്. ഒന്നിനും കുറവൊന്നുമില്ലേ. 1-2 മാസം കഴിഞ്ഞപ്പോ ഒരു ദിവസം 2 ചെറുപ്പക്കാർ വീട്ടിൽ വന്നു. എന്താണെന്ന് ചോദിച്ചു. അതെ, മോളെ ഞാൻ കെട്ടിച്ചേരണം പറഞ്ഞു, മൂത്തമോളെ. അയ്യോ അതൊക്കെയില്ല, ഞങ്ങൾ വിശ്വാസികളാന്ന് പറഞ്ഞു. നിങ്ങൾ കത്തോലിക്കൽ, ഞങ്ങൾ വിശ്വാസി ആവുന്ന പറഞ്ഞിട്ട് കാര്യമെന്ന് പറഞ്ഞു. മോളെ കെട്ടിച്ചാൽ തൊക്കില്ലെന്നു. ചരിത്രം അങ്ങോട്ട് പറയാം. അപ്പച്ചൻ പറഞ്ഞു, എൻ്റെ മോനെ 2 മാസത്തിനുള്ളിൽ അയാളെ അടിച്ചു കൊന്ന്, അയാൾ താമസിച്ച് വീടിന്റെ മുറ്റത്തൊരു മരം ഉണ്ടായിരുന്നു, അതേ കെട്ടി തൂക്കിയിട്ട് അവർ പെണ്ണെ കൊണ്ടുപോയി. നീ സൂക്ഷിച്ചോണ്ടെന്ന് പറഞ്ഞു, നീ പാലായിലേക്കാ പോകുന്നത്. അപ്പൊ പാലായി പോകുന്നത്, ഇത് പാല അങ്ങനത്തെ ഒരു പാലയൊന്നുമല്ല, പഴയ പാലയൊന്നുമല്ല. എങ്കിലും ഞങ്ങൾ ചെന്ന സമയത്ത് ആ പാല അതുപോലൊക്കെ തന്നെയായിരുന്നു. ഞങ്ങൾക്ക് അതിന്റെ അനുഭവങ്ങളൊക്കെ ഉണ്ടായിപ്പോ. ഞാനൊരു ദിവസം പാലായി ചെന്ന് താമസമാക്കി ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഞാനും ഗ്രേസും പിള്ളേരും കൂടെ ഒരു 5 മണി സ്കൂളൊക്കെ വിട്ട് പിള്ളേരൊക്കെ വന്ന് കഴിഞ്ഞ് ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞ് അവൾ പറഞ്ഞു, നമുക്ക് ടൗണിൽ ഇരുന്ന് പോകാമെന്ന്. ചെറിയ ഷോപ്പിംഗ് നടത്താനുണ്ട്, ടൗണിൽ ഇരുന്ന് പോകാമെന്ന്. അങ്ങനെ ഞങ്ങൾ മുറ്റത്തിറങ്ങി. ടൗൺ എന്ന് പറയുന്ന ഒരു 300 മീറ്റർ ദൂരമേ ഉള്ളൂ, 300 അല്ലെങ്കിൽ 400 മീറ്റർ ദൂരമേ ഉള്ളൂ ടൗൺ ഞങ്ങൾ താമസിക്കുന്നതിനുമായിട്ട്. ഇറങ്ങിയപ്പോ വീടിനുടമസ്ഥൻ ലൂക്കോസിയോട് ചോദിച്ചു, സാർ അങ്ങോട്ടാന്ന് ചോദിച്ചു. ടൗണിൽ വരെ. എന്താ കാര്യം? വെറുതെ ടൗണൊക്കെ കണ്ടിട്ടൊന്നുമില്ലല്ലോ. വേണ്ട സാർ പോയിട്ട് വരാൻ പറയും. ഭാര്യയും ചേച്ചി മക്കളും പരിക്കാതിരിക്കുന്നു. ഞാൻ ചോദിച്ചാൽ എന്താന്ന് പറഞ്ഞു. സാർ ഇപ്പൊ പോയാൽ തിരിച്ചു വരുമ്പോൾ സാർ തന്നെ കാണുമെന്ന് പറഞ്ഞ് ഭാര്യയും മക്കളും കൂടെ കാണില്ല. ഇത് പാലായാന്ന് പറഞ്ഞു. അങ്ങനെ ഇത് പാലായ സാറ്. പാലാക്കാരല്ലാത്ത ആരെങ്കിലും ഇവിടെ ഭാര്യയുമായിട്ട് പെൺപിള്ളേരുമായിട്ട് വന്ന് അവർ പോയത് തന്നെയാ കേസുണ്ട്. പിന്നെ ചോദ്യവും പറച്ചിലില്ല. ഞങ്ങൾ ചെരുപ്പ് തിരിച്ചു കയറി പോകുന്നു. അപ്പൊ എന്റെ അപ്പച്ചൻ പറഞ്ഞതിനെ അവിടെ എൻഫോഴ്സ് ചെയ്തെന്നുള്ള. അതെ, എന്റെ അപ്പച്ചൻ പറഞ്ഞ കഥ അവിടെ എൻഫോഴ്സ് ചെയ്തു. ഇപ്പൊ ഞങ്ങൾ പോകുന്നപ്പോ ആർക്ക് വേണമെങ്കിലും ഏത് സമയത്ത് വേണമെങ്കിലും പാലായിക്കൂടെ പോകുമ്പോൾ ഒരു വകുത്തുമില്ല, ഒരു കാര്യമില്ല. സുവിശേഷത്തിന്റെ സ്വാധീനോട് ഒരുപാട് വ്യത്യാസം വരുന്നു, സംശയമൊന്നുമില്ല. അത് ഞങ്ങളുടെ ഗുണം കൊണ്ടൊന്നും അല്ല. ഒരുപാട് പേര് വന്ന് സുവിശേഷം പറയുകയും ഒക്കെ ചെയ്തു. അതുവരെ എല്ലാവരും പേടിച്ച് ചെയ്യുന്നു പാല എന്ന് പറഞ്ഞാൽ. അപ്പൊ ഞാൻ പറഞ്ഞ എന്തെന്ന് ചോദിച്ചാൽ, ഈ ദൃഷ്ടാന്തങ്ങൾ നമുക്ക് ഒഴിവാക്കാനൊക്കെയില്ല. എൻ്റെ അപ്പച്ചനോട് ദൃഷ്ടാന്തം പറഞ്ഞ്, എന്തിനാ ദൃഷ്ടാന്തം പറഞ്ഞെന്നറിയാമോ? തഹസിൽദാരുടെ വന്ന ഗതി എനിക്ക് ഉണ്ടാകുന്നതിന് വേണ്ടിയാ. ഞാനത് അന്നേരം ഗവനിച്ചു, മനസ്സിൽ കുറിച്ചു. ലൂക്കോസിയോട്ടിന് അത് വീണ്ടും പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ ഒന്നുകൂടെ 2 അടി വരെ ഇട്ട് വെച്ചു, സൂക്ഷിച്ചു കൊള്ളുക. പിന്നെ അവിടെ ജീവിച്ച ഓരോ ദിവസവും ആ നടുക്കത്തോടും ഓർമ്മയോടും കൂടെ തന്നെയാണ് ഞങ്ങൾ ജീവിച്ചത്. ദൈവം ഞങ്ങളെ സംരക്ഷിച്ചു എന്നുള്ളത് ശരിയാണ്. അപ്പൊ ഇസ്രായേൽ മക്കള് ഗൗനിച്ചില്ല, അവർ ഗൗനിച്ചില്ല. അതുകൊണ്ട് 7, 8, 9, 10 വാക്യങ്ങളില് അവർക്ക് സംഭവിച്ച കാര്യത്തെ കുറിച്ച് പറയുന്നു. അപ്പോ ഇന്ന് നമ്മൾ പഠിച്ചത് ചെറിയൊരു പാഠമാണ് പഠിച്ചത്. പൗലോസ് ഇത് എഴുതുന്നതിന് 1500 വർഷങ്ങൾക്ക് മുമ്പ് ഇസ്രായേൽ മക്കളുടെ ചരിത്രത്തിൽ സംഭവിച്ചതായിരിക്കുന്ന കാര്യങ്ങളെ പൗലോസ് അയവിറക്കിക്കൊണ്ട് പഴയ നിയമത്തിന്റെ ഏടുകളെല്ലാം പരിശോധിച്ചിട്ട്, കൊരിന്ത്യക്കാർ ലൂസായിട്ട് ജീവിക്കുന്നവരാ. അവിടെ വിഗ്രഹാരാധനയുണ്ട്, വ്യഭിചാരമുണ്ട്, പരസംഗമുണ്ട്, എല്ലാം ഉണ്ട്. അപ്പൊ അവരോട് പറയാണ്, ഇസ്രായേൽ മക്കൾക്ക് പറ്റിയ ആപത്ത് നിങ്ങൾക്ക് പറ്റരുത്, നിങ്ങൾ രക്ഷിക്കപ്പെട്ടത് അവയാ. നിങ്ങളുടെ ഇടയിൽ ഈ കൊരിന്ത്യൽ പട്ടണത്തിൽ നടക്കുന്ന പാപങ്ങളാണ് അവരുടെ ഇടയിൽ നടന്നത്. അതുകൊണ്ട് ദൈവം എന്ത് ചെയ്തു? ദൈവം അവരെ മാനിച്ചില്ല. ദൈവം വില കൊടുത്ത് വാങ്ങിയവരാണെന്നും ദൈവം വിചാരിച്ചില്ല. ദൈവം അവരെ കൂട്ടാക്കിയില്ല, തള്ളിക്കളഞ്ഞ മരുഭൂമിയിൽ.
കർത്താവ് രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയവരാണെന്ന് വിചാരിച്ച് നിങ്ങൾ ലൂസായിട്ട് ജീവിക്കരുത്. മദ്യപന സ്വർഗരാജ്യം അവകാശമാക്കുകയില്ല. പിടിച്ചു പറിക്കാരൻ വിഗ്രഹാരാധി ഒരു ലിസ്റ്റ് കൊടുത്തു, സൂക്ഷിച്ചോളാം. നമ്മൾ ജീവിക്കുന്ന നാട്ടിൽ അങ്ങനെ തന്നെയാണ്. വളരെ സൂക്ഷിച്ചു വേണം ജീവിക്കാൻ. പ്രത്യേകിച്ച് നിങ്ങൾക്ക് കുഞ്ഞുങ്ങളുണ്ട്, അവരെ വളർത്തുന്ന കാര്യത്തിൽ എൻ്റെ സഹോദരന്മാരെ വളരെ സൂക്ഷിക്കണം. ഈ അടുത്ത ദിവസങ്ങളിൽ പത്രവാഹങ്ങളിൽ വന്ന വാർത്തകൾ നിങ്ങളെല്ലാം കേട്ടതല്ലേ? എനിക്ക് തോന്നി നമ്മുടെ എല്ലാ സഹോദരന്മാരെയും വിളിച്ചു പറഞ്ഞിട്ട് ദയവ് ചെയ്ത് 10ാം ക്ലാസ് വരെ ഹോം സ്കൂളിംഗ് അങ്ങ് നടത്ത്. മക്കൾ എഞ്ചിനീയർമാരും ഡോക്ടർമാരും ആകുന്നില്ലേ? വേണ്ട. കുറഞ്ഞ പക്ഷം മാനമര്യാദയായിട്ട് അവരെ ജീവനോട് നിങ്ങൾക്ക് കിട്ടുമെന്ന്. 4 വയസ്സുള്ള കൊച്ചിന് ഡ്രഗ്സ് കൊടുത്തു മുട്ടായിക്ക്. എന്ത് പറയാൻ? 4 വയസ്സുള്ള കൊച്ചിന്റെ മുട്ടായി കൊടുത്താൽ? അപ്പൊ അതാണ് നമ്മുടെ സമൂഹം എന്ന് പറയും. വളരെ ഭയത്തോടും മുറയിലോടും കൂടെ വേണം കുഞ്ഞുങ്ങളെ സ്കൂളിൽ വിട്ടാൽ മുട്ടുമേ നിൽക്കണം അപ്പനും അമ്മയും വരുന്നത് വരെ. കണ്ണുനീരോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം, ദൂതന്മാരോട് അപേക്ഷിക്കണം, കർത്താവിനോട് അപേക്ഷിക്കണം, സൂക്ഷിക്കണേ ദൈവമേ. അങ്ങനെ ഒരു കാലഘട്ടമാണ്. എന്ത് തിന്മയും സംഭവിക്കാവുന്ന കാലഘട്ടം. അപ്പോൾ നമ്മുടെ ബുദ്ധിപദേശത്തിന് വേണ്ടിയാണ് ഇതെല്ലാം എഴുതിയിരിക്കുന്നത്. അവർക്ക് പറ്റിയത് നമുക്ക് പറ്റിയതെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. നിൽക്കുന്നു എന്ന് നിങ്ങൾ വിചാരിക്കുന്നുവെങ്കിൽ വീഴാതിരിക്കാൻ സൂക്ഷിക്കുന്നത്. ഏത് സമയം വീഴാം. ശക്തന്മാർ വീണിട്ടുണ്ട്. കർത്താവ് അനുവദിച്ച ദിവസങ്ങളിൽ നിൽക്കുന്നു എന്ന് വിചാരിച്ച് ചില ശക്തന്മാര് ദൈവവചനത്തിൽ വീണ ചരിത്രം ഞാൻ നിങ്ങളോട് പറയാം. ചരിത്രം കൊണ്ട് ഞാൻ അവസാനിപ്പിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ.